أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم. ആകെ ഈ സദസ്സിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും ബാക്കിയാവുന്ന ഒന്ന് സ്വലാത്ത് ഒരിക്കലും നഷ്ടപ്പെടും. ഒന്നും ഈ സദസ്സിൽ നിന്ന് കിട്ടിയിട്ടില്ല നോക്കുക. എന്നാൽ പോലും പറയുന്ന എനിക്കൊന്നൊക്കെ പാർട്ടിയിൽ കിട്ടണമെന്ന് സ്വലാത്ത്. പലപ്പോഴും വിചാരിക്കുന്നതൊക്കെ നിർത്തിയാലോ. നമ്മളൊക്കെ ഇന്നലെ ഒരു പക്ഷേ ഒരു 4-5 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ? 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൊന്നുമല്ല, പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവോ എന്ന ഭയത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് തന്നെ. ഞാൻ എന്റെ വായനം പറയാൻ പറഞ്ഞതല്ല. എന്നാൽ പോലും നമ്മൾ ഈ സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് ബാക്കിയായി കിട്ടുന്നത് സ്വലാത്ത്. ഇന്ന ഉലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലൈഹി സ്വലാത്ത. ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾ, എന്നോട് ഏറ്റവും ബന്ധപ്പെട്ട ആൾ, എന്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ സദസ്സിൽ നിന്ന് നമുക്ക് ബാക്കിയായി കിട്ടുന്ന ഒന്നാണ്. അല്ലാഹു മുത്തനബിയുടെ ഓരം ചേർന്ന് നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. ചെയ്തതും നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മദ്രസയോടനുബന്ധമായി നടന്ന എല്ലാ പ്രയത്നങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മളെ പ്രിയപ്പെട്ട ആരോഗ്യം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ ഒരുപാട് ആ മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു. കണ്ണുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോ തന്നെ ഞാൻ റിയാദുസ് സ്വാലിഹീൻ പഠിച്ചുപോയൊരു ഹദീസ എന്റെ മനസ്സിലൂടെ പേച്ചിന്റെ 2 കണ്ണിന്റെയും കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ ഉടനെ എന്റെ ഖൽബിലേക്ക് ഓടി വന്നത് ആ ഹദീസ്. ഒരാളുടെ 2 കണ്ണുകളുടെയും കാഴ്ച കണ്ണുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ ഫലഹുൽ ജന്ന, അയാൾക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ അത് ഞാൻ കേവലം PhD വേണ്ടി മാത്രമല്ല, നമുക്കാർക്കങ്ങനെ പരീക്ഷ ഉണ്ടായി. കുടുംബത്തിൽ ഒരു പക്ഷേ നമ്മൾ കാണുന്ന പലരിലും, ഞാൻ ദാറുൽ പഠിക്കാൻ പോണ കാലത്തേക്ക് കാണുന്ന ഒരു മനുഷ്യൻ, ആ കയറ്റത്തിൽ ഒരു പേരെന്താ അറിയില്ല, ആ കയറ്റത്തിലുണ്ട് ഒരാള്. ഇപ്പൊ കുറച്ച് 50 വയസ്സൊക്കെ ആയിരുന്നു. മൂപ്പര് അവിടുന്ന് ബസ് കയറുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ഹദീസ് പഠിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിലേക്ക് ഓടി വരില്ല മനുഷ്യൻ. ഒരാൾ 2 കണ്ണുകളുടെയും കാഴ്ച കൊണ്ട് പരീക്ഷിക്കപ്പെടുകയും അവൻ ക്ഷമിക്കുകയും ചെയ്താൽ ഫലഹുൽ ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗം നൽകുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട PhD നമുക്കൊക്കെ അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അതാണ്. എല്ലാ പ്രവർത്തനത്തിന്റെയും ആത്യന്തിക ലക്ഷ്യവും അതാണ്. നല്ല നമ്മൾ സ്വലാത്ത് ചൊല്ലണം. قال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم مثلي ومثلكم كمثل رجل أوقد نارا فجعلت الجنادب والفراش يقعن فيها وهو يذبهن عنها وأنا آخذ بحجزكم من النار وأنتم تفلتون من يدي صلوا على الهادي البشير محمد تحظوا من الرحمن بالغفران ومن صلى عليه قائدا يغفر له قبل القيام ويرحمه
खुदा ने बनाया जन्नत बसाए मोहम्मद, खुदा ने बनाया दोज़ख बुझाए मोहम्मद, सल्लल्लाहु अलैहि मोहम्मद सल्लल्लाहु अलैहि वसल्लम, सल्लल्लाहु अलैहि मोहम्मद सल्लल्लाहु अलैहि वसल्लम, अल्लाहुम्मा सल्लि अला मुहम्मद, या रब्बी सल्लि अलैहि वसल्लम. ആദരണീയരായ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന പി എച്ച് അബ്ദുള്ള മാസ്റ്റർ അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായ മഹല്ല് ജമാഅത്തിന്റെയും ആക്കോട് മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെയും നമ്മുടെ മദ്രസയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സമുന്നതരായ നമ്മുടെ അബ്ദുള്ള മാസ്റ്റർ, അബ്ദുറഹ്മാൻ ഹാജി, മൊയ്തീൻ ക തുടങ്ങി ആദരണീയരായ നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ ഉസ്താദ്, ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ മഹല്ലത്തിന് ഇസ്ലാമിക ചൈതന്യം മഹല്ലത്തിൽ നിലനിർത്തുന്നതിൽ സ്തുത്യർഹ സേവനം നിർവഹിച്ച് മറ്റു ഭൗതികമായ യാതൊരു നേട്ടവും ആഗ്രഹിക്കാതെ നമ്മളിൽ ഒരുവനായി നിലകൊള്ളുന്ന ആദരണീയരായ ആബിദ് ഹുദവി ഉസ്താദ് അവറുകളെ, മഹല്ല് ജമാഅത്തിന്റെയും മദ്രസയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളെ, ഭാരവാഹികളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് സ്തുത്യർഹ സേവനങ്ങൾ നിർവഹിക്കുന്ന കർമ്മധീരരായ ചെറുപ്പക്കാരായ സഹോദരങ്ങളെ, ആദരണീയരായ ഉപ്പമാരെ, ഉമ്മമാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഇൽമിന്റെ വേദിയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന പോലെ അല്ലാഹു നാളെ അല്ലാഹുവിന്റെ സ്വർഗീയമായ ലോകത്ത് ഒരുമിച്ച് ചേരാൻ ഈ വേദി അല്ലാഹു കാരണമാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു ഒരല്പസമയം നമ്മൾ സംസാരിക്കാം. സത്യത്തിൽ ഞാൻ സംസാരിക്കുന്നത് നിർത്തണം എന്ന് വിചാരിച്ച സമയത്ത് وفوق تقديرنا لله تقدير, നമ്മുടെ തീരുമാനമൊന്നാണ്, നമ്മുടെ ആഗ്രഹങ്ങളൊന്നാണ്, അള്ളാഹുവിന്റെ തീരുമാനം മറിച്ചാണ്. ഞാൻ വിചാരിച്ച നേരത്തെ തന്നെ ഇവിടെ വന്ന് ഒരു എന്നോടനുബന്ധിച്ച് ഇസ്ലാമിക് സെന്ററിന്റെ ചെറിയ കണക്കും കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട അത്യാവശ്യമുള്ളതുണ്ടോ, ഓഫീസ് സെക്രട്ടറിക്ക് വിളിച്ചതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഇനി ഇപ്പൊ ഞാൻ ഇവിടെ നിന്നാൽ വയത് പറയാൻ നേരം വൈകി പോകും, ഇന്നലത്തെ ഉറപ്പുകൂടി കളാവ് കിട്ടണം ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. നേരൊക്കെ തുടങ്ങിയ ഒരു 8:30-ക്കെങ്കിലും വേദിയിലെത്തിയാൽ ഒരു 10 മണി വരെ വയത് പറയാം, ഒരു 9:45 വയത് അവസാനിപ്പിച്ച് ഒരു 1/4 മണിക്കൂർ ദ്വായൊക്കെ ആയിട്ട് പിരിഞ്ഞു പോകാം എന്ന് കരുതി വന്ന ഞാൻ അള്ളാഹുവിന്റെ തീരുമാനം മറിച്ചു. എല്ലാം 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 അങ്ങനെയാണ്. മാത്രമെല്ലാം അതിൽ അതിപ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ നടക്കാറുള്ളത് നമ്മളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് നീങ്ങി പോകുന്ന സമയവും നമ്മൾ നിലച്ചിരിക്കാത്ത സമയമായിരിക്കും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു ഏറ്റവും നല്ല ദിവസവും നല്ല സമയവുമാക്കി തരട്ടെ. വിഷയത്തിലേക്കൊന്നും നമ്മൾ കടന്നു പോകുന്നില്ല. ഒരിക്കൽ നമ്മൾ മരണം എന്ന വിഷയം ഇവിടെ പറഞ്ഞു എനിക്ക് തോന്നുന്നു. അവരും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്നവരും പോലും നമ്മൾ അറിയുന്ന ആളുകളിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. മറവ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയായിരുന്ന ഞാൻ ആ ഖബറിന്റെ അടുത്ത് വന്നു നിന്നതും ഞാൻ ഓർക്കുകയാണ്. അവർ പറഞ്ഞു തന്ന ആശയങ്ങളൊക്കെ നടത്തേണ്ട ചുമതല നമ്മുടെ കൈകളിൽ വരും എന്ന് അന്ന് പോലും നമ്മളാരും ചിന്തിച്ചിട്ടില്ല. കുറച്ചുകൂടെ മേലോട്ട് പോയാൽ എന്റെ വന്യനായ, എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ ആദരണീയനായ എന്റെ പിതാവ് കിടക്കുന്നുണ്ട്. സമ്മതിക്കാൻ നമ്മളും കിടക്കേണ്ട
എല്ലാം അല്ലാഹുവിന്റെ തഖ്ദീറാണ്. വഫൗക തഖ്ദീരിനാ ഇല്ലാഹി തഖ്ദീറു. അതിലേറ്റവും പ്രധാനമായ ഒന്ന് നമ്മളെപ്പോൾ യാത്ര ചെയ്യും എന്നറിയില്ല എന്നത് തന്നെയാണ്. ഞാൻ ആ വിഷയം പറയില്ല, ഞാൻ ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. എല്ലാം അങ്ങനെ അല്ലാഹു ആ സമയം ഏറ്റവും നല്ല സമയമാക്കി തരട്ടെ. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഇസ്മായിൽ എന്നാണ് ആ സഹോദരന്റെ പേര്. കോഴിക്കോട് ജില്ലയിലെ നാഗാപുരം പാറക്കടവുള്ള സഹോദരനാണ്. 3 ആഴ്ച മുമ്പ് ഒരു ഉംറ ഗ്രൂപ്പിന് ക്ലാസ് എടുക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയതാണ്. എയർപോർട്ടിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന ഹർത്താല. തിരിച്ചു വരുന്ന സമയത്ത് അയാൾ എന്നെ കണ്ടു. എന്നോട് പറഞ്ഞു നാസ്ത കഴിച്ചിട്ടേ പോകുമ്പോൾ. ഞാൻ നാസ്ത കഴിച്ചിട്ട് വീട്ടിൽ പോയി. എന്നോട് പറഞ്ഞു എന്നാളിന്റെ അവിടെ നാസ്ത കഴിക്കണം. നാസ്ത വാങ്ങിച്ചു തന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് കിട്ടുന്ന അവസാന ഭക്ഷണമാണെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ആ കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞയാഴ്ച കേൾക്കുന്നത് എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് വോളിബോൾ കളിക്കാൻ പോകാറുണ്ട് ഈ സുഹൃത്ത്. എല്ലാ ദിവസവും വോളിബോൾ കളിക്കും. നല്ല ആരോഗ്യ ദൃഢത്തിന് 49 വയസ്സോ കണ്ടാത്തൊരു ചെറുതുക. നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്. എല്ലാ ദിവസവും 2 മണിക്കൂർ വോളിബോൾ കളിക്കും. ഷുഗർ അദ്ദേഹത്തിനില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല. എല്ലാ ദിവസവും കളിച്ച് വീട്ടിലേക്ക് വരാറുള്ള പോലെ 8 മണിക്ക് വീട്ടിലേക്ക് എത്തി. പക്ഷേ അസാധാരണമായൊരു ദാഹമെന്ന് രാവിലെ ഭാര്യയോട് പറഞ്ഞു, വല്ലാത്ത ദാഹമുണ്ട്, വെള്ളം കൊണ്ടുവന്ന് തരണേ എന്ന് പറഞ്ഞു. ഭാര്യ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ഭാര്യ കയ്യിലേൽപ്പിച്ച വെള്ളം പകുതിയെ കുടിച്ചുള്ളൂ. പകുതി കുടിച്ചു കഴിയുമ്പോഴേ കയ്യിൽ നിന്ന് പാത്രം താഴേക്ക് വീഴുന്നു. ഒരട്ടഹാസമേ പ്രിയപ്പെട്ട ഭാര്യ കേട്ടതിന് ബന്ധമുള്ളൊരു സുഹൃത്തിന്റെ മരണം. പറയുന്ന എന്റെ മരണം എങ്ങനെയാവും? ഇരിക്കുന്ന നമ്മുടേത് എങ്ങനെയാവും? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എളുപ്പത്തിലാക്കി തരട്ടെ. ആരോഗ്യത്തോടെ ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹ് മരിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് റൂഹ് വെളിയിലേക്ക് പോകാൻ പ്രയാസപ്പെട്ട് നരകിച്ചുള്ള മരണത്തിന് ഞങ്ങൾ നീ വിധേയരാക്കല്ല തമ്പുരാനെ. എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഭയപ്പെടുത്തുന്ന ചില മുന്നറിയിപ്പുകൾ. ഇതിലൊരു വളരെ വിശാല വിഷയമാണ്. ഞാൻ എവിടേക്ക് പറഞ്ഞു നിർത്തണം തോന്നുന്ന ആളെ ഞാൻ നിർത്തും, അവിടെ നിർത്തും. ഇത് 1 ദിവസം 2 ദിവസം പറഞ്ഞാൽ തീരാവുന്നൊരു വിഷയമല്ല. കാരണം 23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വിഷയം 1-2 ദിവസം കൊണ്ട് നമ്മൾ വിചാരിച്ച പറഞ്ഞു തീർക്കാൻ കഴിയും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി നമ്മൾ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ സമുദായത്തൊക്കെ ഒന്നിപ്പിച്ചു തരട്ടെ. അല്ലാഹുവേ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തെ റബ്ബേ, അല്ലാഹുവേ, അവരിൽ വന്നുപെട്ടിരിക്കുന്ന ഭിന്നതയുടെ വിത്ത് റബ്ബേ നീ എടുത്തു മാറ്റി റബ്ബേ. മുസ്ലിം ഉമ്മത്തിനെ നീ ഒന്നാക്കി തരണേ തമ്പുരാനെ. നമ്മൾ ദുആ ചെയ്യേണ്ട അതിപ്രധാനമായൊരു വിഷയം അതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ഒരു കാഴ്ച കാണാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ, തൗഫീഖ് ചെയ്യണേ റബ്ബേ. പലതിന്റെയും പ്രയാസം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ പറയുന്ന വിഷയം ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പുകൾ എന്നാണ്. ആര് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ആര് പറയുന്നതാണ്? ഇപ്പൊ കണ്ടില്ലെങ്കിൽ ഒരു 3-4 ദിവസം മുമ്പ് ചില ആളുകൾക്ക് ഭയങ്കര പേടി. 2075 ആകുമ്പോൾ ലോകത്ത് ഏറ്റവും അംഗഫലമുള്ള മതമായി ഇസ്ലാം മാറും. അപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര പേടിയുണ്ട്. കാര്യങ്ങൾ ഒരുപാട് കാര്യമുണ്ട്. ചിലത് വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ നമ്മളുമായി സ്പർശിക്കുന്നത് പറഞ്ഞിട്ട് നമ്മൾ അവസാനിക്കും. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനിച്ചപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് ജന്മം നൽകിയപ്പോൾ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പിതാവ് ജീവിച്ചിരിക്കുന്നില്ല. പിതാമഹൻ അബ്ദുൽ മുത്തലിബ് എടുത്തു കൊണ്ടുപോയല്ലോ. പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്തു. അബ്ദുൽ മുത്തലിബ് ചിന്തിച്ചു റസൂലുള്ളാഹിക്ക് എന്ത് പേര് നൽകണം. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൽബിൽ തോന്നിപ്പിക്കുന്നത് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യാം. അബ്ദുൽ മുത്തലിബ് തന്നെ പറയുകയാണ്, സമ്മൈതുഹു മുഹമ്മദാ,
എനിക്ക് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യാൻ തോന്നിപ്പിക്കപ്പെട്ടോ, അപ്പോൾ ഞാൻ അങ്ങനെ പേര് വെച്ചു. എന്റെ പ്രിയപ്പെട്ട മകന്റെ പേരമകന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് മുഹമ്മദ്. റസൂലുള്ളാഹിക്ക് ഒരു പേര് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ 980ഓളം നാമങ്ങളുണ്ട്. ഇതിൽ പല നാമങ്ങളും ആര് തന്നെ വിളിച്ചതാണ്? പ്രപഞ്ചനാഥനായ അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ നേരെ പേരെടുത്ത് വിളിച്ചതാണ്. നല്ല ശ്രദ്ധിക്കണം, വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. വിഷയം മാത്രമേ പറഞ്ഞു, ഒരൊന്നും പറയില്ല. അവിടെ നോക്കുമ്പോൾ നോട്ടിലൊരു പ്രത്യേക വിഷയമൊന്നും കണ്ടില്ല. പിന്നെ ഒരു കാലികമായി നമ്മൾ അറിയേണ്ട ചില കാര്യമൊക്കെ പറയാൻ പറയുന്നു. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ റബ്ബ് തന്നെ നേരിട്ട് വിളിച്ച ഒരുപാട് നാമങ്ങൾ കാണാം വിശുദ്ധ ഖുർആനിൽ. അങ്ങനെയുള്ള ഏതാനും ചില നാമങ്ങൾ എണ്ണിപ്പറഞ്ഞ ഒരായത്താണ് നമ്മൾ ഓതി കേൾപ്പിച്ചത്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. വിശുദ്ധ ഖുർആൻ يا أيها النبي نبيه إنا أرسلناك شاهدا ومبشرا ونذيرا. ഹബീബായ നബിയെ അങ്ങേ നിയോഗിച്ചിരിക്കുകയാണ്, ഷാഹിദൻ സാക്ഷിയായി നിയോഗിച്ചിരിക്കുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്. എന്താണ് സാക്ഷി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അപ്പോൾ പോലീസും പറയേണ്ട വിഷയമാണ്. അവിടെ നമ്മൾ കേന്ദ്രീകരിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ നേരിട്ട് വിളിച്ച പേരാണ് മുബശ്ശിറ. സന്തോഷവാർത്ത അറിയിക്കുന്നവരാണ് നബിയെന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരാണ് മുബശ്ശിറ എന്നത്. സന്തോഷവാർത്ത അറിയിക്കുന്ന ആൾ. ആരെ? അല്ലാഹുവിനെ അക്ഷരം പ്രതി അനുസരിച്ച ആളുകളെ, വിശുദ്ധ ഖുർആനിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ജീവിച്ച ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിനൊട്ടേറെ സന്തോഷ വാർത്തകൾ അറിയിച്ചതാണ്. 23 കൊല്ലവും പുണ്യ നബി ചെയ്ത ഒരു പണി ഇതാണ്, ലോകത്തിന് ആവശ്യമായ നല്ല നല്ല സന്തോഷങ്ങൾ അറിയിക്കുക. അടുത്ത പദം കേട്ടോളൂ, വനദീറാ. ഹബീബായ നബിയേ അങ്ങ് ജനങ്ങളെ മുന്നറിയിപ്പ് നൽകാനുമുള്ള ആളാണ്. നമ്മുടെ വിഷയത്തിലേക്കാണ് വരുന്നത്. ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പുകൾ എന്ന വിഷയത്തിലെ ശീർഷകത്തിൽ ചില പ്രധാനമായ കാര്യങ്ങളെ നമ്മൾ ഇന്ന് പറയുന്നുള്ളൂ. വനദീറാ. ഹബീബായ നബിയേ അങ്ങ് ജനങ്ങളെ മുന്നറിയിപ്പ് നൽകാനുമാണ് അങ്ങേ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ട ഡ്യൂട്ടിയും അങ്ങയുടേതാണ്. റസൂലുള്ളാഹിന്റെ ഒരു പേരാണ് നദീർ എന്നത്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹുവിലേക്ക് ദാഇയൻ ക്ഷണിക്കുന്ന ആളുമാണ് നിങ്ങൾ. ബിഇദ്നിഹി, അല്ലാഹുവിന്റെ സമ്മതപ്രകാരം. വസിറാജൻ മുനീറാ, അങ്ങ് കത്തിജ്വലിക്കുന്ന വിളക്കുമാണ്. ഖുർആനിന്റെ പേരാണ് ഇതൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നേരിട്ട് വിളിച്ച പേരുകളാണ്. ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഈ ആയത്തിൽ തന്നെ 5 പേരുകളാണ്, നാമമാണ് അല്ലാഹു വിളിച്ചതാരെ. ഹബീബായ റസൂലുള്ളാഹി ഓരോ പേരും ഗഹനമായ അർത്ഥമാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നദീറാ. ഈ ആയത്തിലെ നദീറാ എന്ന പദത്തിൽ മാത്രമാണ്. ഈ ആയത്തിലുള്ള നദീർ എന്ന പദം മാത്രമേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. തന്നെ ലഭ്യമായ സമയം നമ്മൾ അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞാനും വേഗം പോകും ഇൻഷാ അല്ലാഹ്. നമുക്ക് എന്നിട്ട് വേഗം കടന്നുറങ്ങണം. തോഫീക്ക് ചെയ്യട്ടെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള രാത്രി. അപ്പൊ അടുത്തൊന്നും ഇങ്ങനെയുള്ള ഒരു നല്ല രാവ് ഉറങ്ങാൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഉറങ്ങും ചെയ്യണം. മഴ പെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്
മഴ കിട്ടിയാലൊന്ന് ഹംദ് പറയും ചെയ്യണം, അത് നല്ല ഉഷാറായി ഉറങ്ങും ചെയ്യണം, നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഴ പെയ്തപ്പോ നിങ്ങൾക്ക് ടെൻഷനായ? ഇനി മഴ പെയ്താൽ ടെൻഷനാവും. അതുകൊണ്ടത് വയലെപ്പോഴും പറയാം, ഇവിടെ തന്നെയുള്ള ആളല്ലേ, ഇവിടെ തന്നെയുള്ള ആളെ. നിങ്ങൾ ഈ വേദി ഉണ്ടാക്കണമെന്നൊന്നുമില്ല, അത് പള്ളിയിൽ നിന്നും പറയാൻ പറ്റില്ല. ഇനി മഴ പെയ്താൽ അതുകൊണ്ട് ടെൻഷനാണ്. മഴ പെയ്തോട്ടെ, അസുഖങ്ങൾക്ക് മഴ പെയ്താൽ ഭയങ്കര സന്തോഷം. പിന്നെ കേരള എന്നത് തന്നെ ഖൈറുന്നാണ്. ഇപ്പൊ ഞാൻ പിന്നെ ഒരു 3-4 ആഴ്ച മുമ്പ് മസ്കത്തിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരും. ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി മസ്കത്ത് എയർപോർട്ടിൽ നിന്ന് ബസ് കയറിയിട്ട് പോണ സമയം, എയർപോർട്ടിൽ പോണ സമയത്ത് ആ ബസ് കിട്ടും ഒരു അറബി ഒമാനി, അയാളുടെ കൂടെ അയാളുടെ 2 മക്കൾ. ഇതേ ബസ്സിലുണ്ട് വേറെ കുറച്ച് യമാനി ചെറുപ്പക്കാർ. ഇയാൾ ഈ ബസ് കയറി ഒമാനികൾ, ആ ഒമാനികളോട് അവരുടെ സ്ഥലം പ്രദേശമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി, പ്രായമുള്ള. എന്നിട്ട് ഇവരോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ പോണത്, നിങ്ങളെങ്ങനെ പോണത് അതിന് തരൂ. അപ്പൊ ഓരോ പറഞ്ഞു ഞങ്ങൾ കേരള. നിങ്ങൾ എന്തിനാ പോണെന്ന് ഒരു പറഞ്ഞു സിയാറ, ഞങ്ങൾ കേരളം കാണാൻ പോകും. അവരിങ്ങോട്ട് ചോദിച്ചു ഇയാളോട്, നിങ്ങൾ എന്തിനാ പോകണം? ഇയാൾ പറഞ്ഞു ഞാൻ മിംസ് ഹോസ്പിറ്റൽ ചികിത്സക്ക് പോകണം. അപ്പൊ ഞാൻ അടുത്തിട്ടത് കേൾക്കണം. അപ്പൊ ഈ ചെറുപ്പക്കാരായ കുട്ടികൾ കേരളത്തിലേക്ക് ടൂറിന് കേരളം കാണാൻ പോകുന്നത് പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു കൊടുക്കാം, കേരള അസ്ലുഹു ഖൈറുല്ലാഹ്. കേരള ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ പറയുമ്പോൾ ഞങ്ങൾ അത് വെറുതെ പറയാം. കേരള അസ്ലുഹു ഖൈറുല്ലാഹ്. കേരള എന്ന് പറഞ്ഞാൽ ശരിക്ക് ഖൈറുല്ലാഹ്, ഖൈറുള്ള 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 കേരള കേരള ഖൈറുള്ള അള്ളാന്റെ ഖൈറ് കിട്ടിയ സ്ഥലമാണ്. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയാറ്. ദൈവത്തിന്റെ സ്വന്തം നാട്. ഈ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും അന്തരീക്ഷം ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് അള്ളാഹുവിന്റെ ഖൈറ് ലഭിച്ച നാട്? ഒരു കാരണം പറഞ്ഞാൽ ഒന്ന് പറയുന്നത് 6 മാസം മഴ കൊണ്ട് അള്ളാഹു സമ്പന്നമാക്കിയ നാട്. നമ്മളൊക്കെ സാധാരണ മഴ പെയ്യുമ്പോൾ അകത്ത് കോടല. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ പെയ്യുമ്പോൾ അറബികളെന്താ ചെയ്യാ? അറബികൾ മഴ പെയ്യുമ്പോൾ പുറത്ത് കോടല, നമ്മൾ മഴ പെയ്യുമ്പോൾ അകത്ത് കോട. അറബികൾ വെളിയിലേക്ക് ഓടും. റസൂൽ എന്താ ചെയ്യാ? സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് മഴ പെയ്യുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് തന്റെ ഷർട്ടിന്റെ ബട്ടൺ അഴിക്കും. ബട്ടൺ അഴിച്ചിട്ട് മഴ ശരീരത്തിലേക്ക് ഇങ്ങനെ കൊള്ളിക്കും. എന്നിട്ട് പറയും റഹ്മാ 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 റഹ്മാ, എന്റെ റബ്ബിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകുമായിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ഞാനൊരു പറയായിരുന്നു പറഞ്ഞല്ല, മഴ പെയ്യുമ്പോൾ ഒരു വിഷയം അറിയാൻ വേണ്ടി പറഞ്ഞാൽ ഇപ്പൊ ഇതിനെ ന്യായീകരിച്ചാന്ന് ആരും മനസ്സിലാക്കണം. കഴിഞ്ഞ എന്ത് പറഞ്ഞാലും ഏത് കാലത്ത് മഴ പെയ്താലും ഏത് സ്ഥലത്ത് മഴ പെയ്താലും അത് അധികവും അനുഗ്രഹം. ശിക്ഷയുടെ മഴയുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമൂഹത്തിലേക്ക് പെയ്തത് അങ്ങനെയായിരുന്നു. അത് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മഴയും ഉപകാരപ്രദമാക്കി തരട്ടെ. ഞാൻ പറയുന്നു ഒരല്പനേരം ഞാൻ വിചാരിക്കുന്ന സമയം നിർത്തും. അതിന് മുമ്പ് നിർത്തണമെങ്കിൽ പറഞ്ഞാൽ മതി. എപ്പോഴും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നദീറ എന്ന ഈ ഒരു പദത്തിലാണ് നമ്മൾ കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നദീറൻ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുന്ന ആൾ എന്ന ഈ ആയത്തിന്റെ അവസാനം റസൂലുള്ളാഹി ഉപയോഗിച്ചൊരു പേരുണ്ട്. എന്താണ് പേര്? വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളുമാണ് നബിയെ എന്ന് മാത്രമല്ല വസിറാജൻ മുനീറാ, അങ്ങ് പ്രകാശിക്കുന്ന വിളക്കുമാണ് നബിയെ. വിളക്കറിയോ? അറിയും. മൊയ്തീൻകാർക്ക് അറിയോ വിളക്ക്? മൊയ്തീനാജി വിളക്ക് കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഒരു വിളക്കന്നെ. അതിന് പേരൊക്കെ നമ്മൾ കുറച്ചൊരു ഉഷാറാണ്. സിറാജ്. ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ ഹബീബിന് അന്ന് കൊടുത്തൊരു പേരാണ് സിറാജൻ. വെറും സിറാജ് എന്നല്ല. വെറും സിറാജ് എന്നല്ല വിളക്ക്. നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ വിളക്കുണ്ട്, പഴയ ചിമണി വിളക്ക് എടുത്തിട്ടാണത്തൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ പ്രകാശിക്കുന്നില്ല. സിറാജൻ മുനീറ.
ഖിയാമത്ത് നാൾ വരെയല്ല, അല്ലാഹു ഉദ്ദേശിച്ച കാലമത്രയും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഏത് കാലത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ആ പുണ്യനബിയുടെ പ്രകാശത്തിലൊന്ന് തപ്പിയാൽ മതി. റസൂലുള്ള പഠിപ്പിച്ച അധ്യാപനത്തിലൊന്ന് തപ്പിയാൽ എല്ലാത്തിനും പരിഹാരം കിട്ടും. ഞാൻ ആമുഖമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലേ, 3 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകുമല്ലോ, 2075 ആകുമ്പോൾ ലോകത്ത് 1-ാം സ്ഥാനത്തുള്ള മതമായി വിശുദ്ധ ഇസ്ലാം മാറാനിരിക്കുന്നുവെന്ന് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും 1-ാം സ്ഥാനത്തുള്ള മതമായി വിശുദ്ധ ഇസ്ലാം മാറാൻ പോകുന്നു. എപ്പോ 2000 ശ്രദ്ധിക്കണം, ഞാൻ ക്രിസ്തീയത്തെ കാര്യം പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവാണ്, ഈ സംഘടന പോവാണ്. ഈ ഓരോ പദത്തിന്റെ അഗാധ തലങ്ങളിൽ എത്ര വലിയ ഗഹനമായ അർത്ഥങ്ങൾ സ്പർശിച്ചു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളക്കാണെന്ന് പറഞ്ഞാൽ ഏതു കാലത്തും ആ ഹബീബിന്റെ അധ്യാപനങ്ങളിൽ മനുഷ്യർക്ക് ഉള്ളതെല്ലാം ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. വിളക്ക് നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ കാണാനാണ് വിളക്ക് അല്ലെ. എന്തെങ്കിലും സാധനം നമ്മൾ കറണ്ട് പോയി നിൽക്കാം, മെഴുകുതി നമുക്ക് കിട്ടാൻ എന്താ ചെയ്യാം, വിളക്ക് കത്തിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് തീപ്പെട്ടിക്കുള്ളിൽ എറിഞ്ഞിട്ട് നോക്കും എവിടെ വിളക്കുള്ളത്, മൈതിരിയുള്ളത്. ആ വെളിച്ചത്തിലാണ് നമ്മൾ ആവശ്യമുള്ളത് തിരയാറുള്ളത്. നിങ്ങൾ ചിന്തിക്കണം, 2075 ആകുമ്പോൾ ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും 1-ാം സ്ഥാനത്തുള്ള മതമായി ഇസ്ലാം മാറുന്നതാണ്. ശ്രദ്ധിക്കാലത്ത് വേറൊന്ന്, 2000 ലോകം പറയുന്നത് 2050 ചേർന്നൊരു കാലം കടന്നു വരാറുണ്ട്. 2050 എന്ന് പറഞ്ഞാൽ ഞാൻ അധികമില്ല, 2015 10-35 കൊല്ലം. അപ്പൊ 30, 25, 35 കൊല്ലത്തിനിടക്കായി ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു രംഗമുണ്ടത്രേ. ആരാ പറയുന്നത്? ഭൗമശാസ്ത്രജ്ഞന്മാരാ. എന്താണ് അവർ പറയുന്നത്? ഒരു തുള്ളി വെള്ളം പോലും ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പെയ്യാത്ത ഒരു വർഷമുണ്ട് എന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ചിന്തിക്കണം, ഇതൊന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അടുത്ത പത്രത്തിൽ കണ്ടില്ലേ, പത്രത്തിൽ ഈ അടുത്തുള്ള ദിവസങ്ങളിൽ മുഴുവൻ നിറഞ്ഞെന്ന വിഷയം എന്താ? ജലം. ശുദ്ധജലത്തിന്റെ അഭാവം കുറവ്. ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് വെള്ളം വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ, വെള്ളം എന്താ സൂചനകൾ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അക്കാലത്തേക്ക് നമ്മുടെ നാട് കടന്നു പോവുകയാണ്, നമ്മുടെ കാലം കടന്നു പോവുകയാണ്. എന്താ റസൂൽ പറഞ്ഞത്? ദജ്ജാൽ കടന്നു വരുന്നത് ലോക ജനത മുഴുവൻ വെള്ളത്തിന് ശക്തമായ ക്ഷാമം അനുഭവപ്പെടുന്ന സമയത്ത് ഖുറൂജുൽ മസീഹുദ് ദജ്ജാലിന്റെ ആഗമനമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ആരായത് പറഞ്ഞത്? ഞാൻ ശ്രദ്ധിക്കുന്നു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാൽ കടന്നു വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള 3 വർഷം റസൂലുള്ള വിലയിരുത്തി. മഴക്ക് ക്രമം തെറ്റി പെയ്യാൻ തുടങ്ങും എന്റെ മുമ്പ്, പിന്നെ മഴ കുറഞ്ഞു പോകും. ആ ദജ്ജാൽ വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള കൊല്ലമുണ്ടല്ലോ, 3 വർഷം റസൂലുള്ള വിലയിരുത്തുകയാണ്. ശ്രദ്ധിക്കണം, റസൂലുള്ള പറഞ്ഞു ദജ്ജാൽ വരുന്നതിന്റെ മുമ്പുള്ള 3 വർഷത്തിലെ ആദ്യ വർഷമുണ്ടല്ലോ, തുംസിക്കുസ്സമാഉ ഖതറഹാ വല്ലർദു നബാതഹാ. ആകാശം മഴയുടെ 1/3 പിടിച്ചു വെക്കുകയും ഭൂമി അതിന്റെ ഉൽപാദനത്തിന്റെ 1/3 നിർത്തിവെക്കുകയും ചെയ്യുന്നതാണ്. അതിന്റെ തൊട്ടടുത്തുള്ള വർഷമുണ്ടല്ലോ, തുംസിക്കുസ്സമാഉ സുലുസൈ ഖതറിഹാ വല്ലർദു സുലുസൈ നബാതിഹാ. ആകാശത്ത് നിന്ന് മഴയുടെ 2/3 ഭാഗം കുറഞ്ഞു പോവുകയും ഭൂമിയുടെ ഉൽപാദനത്തിന്റെ 2/3 കുറഞ്ഞു പോവുകയും ചെയ്യും. ദജ്ജാൽ കടന്നു വരുന്ന ആ വർഷം ശ്രദ്ധിക്കണേ. ഭൗമശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ടല്ലോ, ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് ഇറങ്ങാത്ത ഒരു വർഷമെന്ന്. കേൾക്കണമെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ദജ്ജാൽ കടന്നു വരുന്ന വർഷമില്ലേ, തുസിഖു സമാഉ ഖതറഹാ വൽഅർളു നബാതഹാ, ആകാശത്തു നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് പെയ്യില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, കാലം അടുത്തൂന്ന് ഭൗമശാസ്ത്രന്മാർ പറയുന്നു. പുണ്യനബിയുടെ ഹദീസ് 14 നൂറ്റാണ്ട് മുമ്പ് വിളിച്ചു പറയുന്നു. ഇത് 2050 ചേർന്നുള്ള ഒരു കാലത്തായിരിക്കുമത്രേ. വർഷം അവർ കൃത്യമായി പറയുന്നില്ലെങ്കിലും പിന്നെ അവർ പറയുന്നത് എന്താ, ലോക ജനസംഖ്യയിൽ മുസ്ലിംകൾ 1ാം സ്ഥാനത്തെത്തും 2075 ആകുമ്പോൾ. ഇതുവർ പറഞ്ഞത് വളർച്ചയുടെ ശാസ്ത്രീയമായ കണക്കുകൾ പഠന വിധേയമാക്കിയിട്ടാണ്. ലണ്ടനിൽ നിന്നുള്ള റിപ്പോർട്ടാണല്ലോ. വീട്ടിന്റെ അകത്തളങ്ങളിലുള്ള ഉമ്മമാർ പോലും വായിച്ചിട്ടുണ്ടാകും. പത്രം വായിക്കുമ്പോൾ ലോകാവസാനമാകുമ്പോ രാഘവ ബുദ്ധിയോടെ വായിച്ചു പോയാൽ പോരാ. പത്രം വായിക്കുമ്പോൾ രാഘവ ബുദ്ധിയോടെ വായിച്ചു പോയാൽ പോരാ. ഓരോ റിപ്പോർട്ടിന് പിന്നിലും ഈ ലോകത്തിന്റെ അന്ത്യത്തെക്കുറിച്ചുള്ള സൂചന ഉണ്ട്. പത്രകോളങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഹദീസും കൂടെ വായിച്ചു പഠിച്ചു മനസ്സിലാക്കി മനുഷ്യനാണെങ്കിൽ ഓരോന്നിലും അത് കാണാൻ കഴിയും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ നമ്മുടെ സദസ്സ് ദുആത്തുള്ള സദസ്സാക്കി തരട്ടെ. മഴയുടെ തുള്ളിങ്ങൾ പെയ്യുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങുന്നു. മഴത്തുള്ളിയോടുകൂടെ മലക്കുകൾ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയം ദുആക്ക് ഉത്തരമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി പടച്ച റബ്ബേ, നിന്റെ ഉത്തരത്തിന്റെ കവാടം തുറന്നുവെന്ന് സെക്കൻഡാണ് റബ്ബേ. ഇത് സാധുക്കളായ ഞങ്ങൾക്ക് നിന്നോട് പറയാറുള്ളത്, നിന്റെ അടിമകളിലെ ഏറ്റവും പാപികളാണ് റബ്ബേ വന്നിരിക്കുന്നത്. നീ പുറത്തു നിന്ന് മാപ്പ് ചെയ്ത് സ്വർഗത്തിന്റെ അവകാശികളിൽ ചേർത്തി തരണേ അല്ലാഹ് എന്നാണ് റബ്ബേ ആദ്യാവസാനം വരെ വിനയാന്വിതരായി ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണം, ഈ റിപ്പോർട്ട് 2075 ആകുമ്പോൾ ലോകത്ത് 1ാം സ്ഥാനത്തുള്ള മതം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുയായികളുടെ മതം മുസ്ലിങ്ങളാവുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ ഇറങ്ങി വന്നാൽ ദജ്ജാലിനെ കൊല്ലാനായി കടന്നു വരുന്ന ആളാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി. ഇറങ്ങി വിടാൻ ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള മിനാറത്തുൽ ബൈദായിലേക്കാണ് സുബഹിയോടടുത്ത സമയത്ത് ഇറങ്ങി വരിക. ഇതൊക്കെ ഗൗരവപൂർവ്വം വഴതുവേണ്ട കാലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാലം അടുത്തുകൊണ്ടിരിക്കുന്നു. മിനാറത്തുൽ ബൈദായിലേക്ക് ഇറങ്ങി വരും. സുബഹിയുടെ സമയത്താണ് ഇറങ്ങി വരിക. ഇറങ്ങി വരുമ്പോൾ മുടിയിൽ നിന്നും ശരീരത്തിൽ നിന്നും വെള്ളം ഒലിക്കുന്നുണ്ടാകും. കുളിച്ച പോലെയാണ് ഇറങ്ങി വരിക. നേരെ ഇറങ്ങി വന്ന് ദമസ്കസിലുള്ള പള്ളിയിലേക്ക് കയറി വരുന്നതാണ്. ആ സമയത്ത് സുബഹിക്ക് സ്കാരത്തിനായി ഇമാമത്ത് നിൽക്കാൻ മഹദി ഇമാം ഒരുങ്ങി നിൽക്കുമ്പോഴാണ് മഹാനവരൊക്കെ കയറി വരിക. ആ സമയം അതാ മഹാനായ മഹദി ഇമാം റളിയല്ലാഹു അൻഹു പ്രവാചകനായ ഈസാ അലൈഹിസ്സലാമിനോട് ഇമാമത്ത് നിൽക്കാൻ പറയും. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് അറിയാം, ഞാനല്ല ഇമാമത്ത് കണ്ടേ, ഇമാമുക്കും മിൻകും. നിങ്ങളുടെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. നിങ്ങളുടെ ഇമാമ് നിങ്ങളിൽപ്പെട്ട ആൾ തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളിൽ ജനിച്ചു വീഴുന്ന ആളാണല്ലോ മഹാനായ മഹദി റളിയല്ലാഹു അൻഹു. ആ മഹദി ഇമാമിനെ ഇമാമത്ത് നിർത്തുകയാണ് ആര്? മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഈസാ നബി മഹദി ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞാൽ മഹാനായ ഈസാ അലൈഹിസ്സലാം ദജ്ജാലിനെ കൊലപ്പെടുത്താനായി പുറപ്പെടും. രംഗപ്രവേശം. അവസാനം ദജ്ജാലിനെ കൊലപ്പെടുത്തിക്കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധമായ ദീനിന്റെ ചൈതന്യവത്തായ നിലനിൽപ്പിനായി മഹാനവറുകൾ പ്രവർത്തിക്കുന്നതാണ് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രംഗം പറയുന്നുണ്ട്. ദമസ്കസിന്റെ അടുത്തായി ഉള്ള ഒരു ചർച്ചുണ്ട്. റസൂലുള്ളാഹി പറയാം, ഇപ്പോൾ ദമസ്കസ് സിറിയയിലാണ്. അന്ന് ഈ ഭാഗമൊക്കെ ദിമിഷ്ക് എന്നായിരുന്നു അറിയപ്പെടാറുണ്ടായിരുന്നത്.
ഷാം എന്ന് അറിയപ്പെടാറുണ്ട്, യമൻ എന്ന് അറിയപ്പെടാറുണ്ടെന്ന് രണ്ട് ദേശങ്ങൾ. ഷാമിന്റെ ഭാഗങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരും. റസൂൽ എന്ന് പറയാൻ ആ ചർച്ചിനകത്തേക്ക് കടന്നു വരും. ആ ചർച്ചിന്റെ ഏറ്റവും മുൻഭാഗത്ത് ചെല്ലും. ആ ചർച്ചിന്റെ മുൻഭാഗത്ത് നിന്ന് ഒരു കല്ലങ്ങ് നീക്കം ചെയ്യും. റസൂൽ പറയാതെ അടിയിൽ മറ്റൊരു കല്ലുണ്ട്. ആ കല്ല് ഈസാ അലൈഹിസ്സലാം നീക്കം ചെയ്യും. രണ്ടാമത്തെ കല്ലിനടിയിൽ മൂന്നാമതൊരു കല്ലുണ്ട്, അതും നീക്കം ചെയ്യും. അങ്ങനെ 7 കല്ലുകളുണ്ട് ആ ചർച്ചിന്റെ മുൻഭാഗത്ത്. 7ാമത്തെ കല്ലങ്ങ് നീക്കം ചെയ്താൽ ആ കല്ലിനടിയിൽ ഇൻജീൽ ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു ഇറക്കിക്കൊടുത്ത യഥാർത്ഥ ഇൻജീലിന്റെ പ്രതിയുണ്ട്. ആ പ്രതി ഈസാ അലൈഹിസ്സലാം എടുക്കും, ലോകത്തോട് കാണിച്ചു കൊടുത്തിട്ട് പറയും, ലോകമേ ഞാൻ പ്രബോധനം ചെയ്ത ഇൻജീലിലാണെന്ന് ഈസാ അലൈഹിസ്സലാം പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ കൂട്ടമായ മതം മാറ്റം ഉണ്ടാകുമത്രേ. 2075 ആകുമ്പോ ലോകത്ത് 1ാം സ്ഥാനത്തുള്ള മതം അത് ഇസ്ലാമാകുന്ന പോലെ പറയുന്നത്. ഹബീബായ റസൂൽ പറയുന്നത് ലോകാവസാനാകുമ്പോ 1ാം സ്ഥാനത്തുള്ള മതം ഇസ്ലാമായിരിക്കും. നിങ്ങൾ ചിന്തിക്കെത്ര ഗഹനമായ പഠനങ്ങൾ നമുക്ക് നടത്താറുണ്ട്. സിറാജൻ മുനീറാ, ഹബീബായ റസൂലിനെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചൊരു പദം സിറാജ്, വിളക്ക്, മുനീർ, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവർ. അല്ലാഹു ആ വെളിച്ചത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നദീറ എന്ന പദത്തിലാണല്ലോ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ വേഗം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ വരുത്തുമാറാകട്ടെ. അല്ലാഹുവേ ഖൈർ നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ഖൈർ ചെയ്യുന്ന ആളുകൾ അല്ലാഹു ഖൈർ വരുത്തട്ടെ. അതാണ് നമ്മുടെ ഈമാന്റെ 6ാമത്തെ കാര്യമാണ്. الإيمان بالقدر خيره وشره من الله تعالى. നന്മയും തിന്മയുമായ എല്ലാ കാര്യവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് വിശ്വസിക്കൽ ഈമാന്റെ ഭാഗമാണ്. ഏതായാലും ഏതാനും ചില വളരെ പ്രധാനപ്പെട്ട ഹദീസുകൾ, ആ ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിയോഗിച്ചത് നമ്മെ അപകടങ്ങൾ വരുമ്പോൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക എന്ന ഡ്യൂട്ടി അല്ലാഹുവിന്റെ ഹബീബിന് റസൂലുള്ളാഹി ഖുർആനിൽ പറയുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ അതിപ്രധാനമായ നിർദ്ദേശം എന്താണ്? സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. രക്ഷപ്പെടണോ? ഭൂമിയിൽ എല്ലാവരും മരിച്ചു പോകും. രക്ഷപ്പെടണോ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതിപ്രധാനമായ 1ാമത്തെ നിർദ്ദേശം റസൂലുള്ള മാത്രമല്ല, അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. വിശ്വാസം ശരിപ്പെടുത്തണം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞ ഏറ്റവും അതിപ്രധാനമായ 1ാമത്തെ വിഷയം. നടത്തേണ്ട പണിയും അതാവണം. വിശ്വാസം ശരിപ്പെടുത്താൻ. ഈമാനും ഇസ്ലാമും, ഈമാൻകാരും ഇസ്ലാംകാരും രണ്ടും കൂടി ചേർത്ത് 11 ഈമാൻ 6 ഇസ്ലാം 5 എന്ന് നമ്മൾ പഠിച്ചത് ഇത്തരം സ്ഥാപനങ്ങളിൽ. വിശ്വാസത്തിന്റെ ആധാരശില നമ്മൾ പഠിച്ചത് ഈമാനാണ്. രണ്ടാമതോ ഈമാൻകാര്യത്തിൽ 6 ഉണ്ട്. 6ൽ 1 അല്ലാഹു വിശ്വസിക്കണം. നമ്മളൊക്കെ അല്ലാഹു വിശ്വസിക്കണം. 2 അൻതുമിന ബില്ലാഹി വ മലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കണം. മലക്കുകളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ ഞാൻ മുമ്പ് നീച്ചു വന്ന് വേചാറൊന്നും ചെയ്യണ്ട. നിങ്ങൾ മഴ കൊണ്ട് ഇറങ്ങാനായിട്ടിരിക്കണ്ടേ. ഉച്ച സമയം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു ഖൈറാക്കി തരട്ടെ. നിങ്ങൾ മഴ ഇങ്ങനെ കൊണ്ട് പഠിച്ചോനെ. അയാളെ നേരത്തെ മഴ കൊള്ളണമെന്നൊക്കെ പറഞ്ഞല്ലേ ഇനിയിപ്പോ അങ്ങനെ നീച്ചു പോവാം. അയാൾ കാണോ? ഒന്നും നിങ്ങൾ ബേജാറാവുകയും ചെയ്യരുത്. നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്കൊക്കെ മാറിയിരിക്കാം. ഈ സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് മാറിയിരിക്കാം. എന്തായാലും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ പ്രവാചകന്മാരിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. 5 വൽ യൗമിൽ ആഖിർ, ഖിയാമത്ത് നാളിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളത് മാത്രമല്ല, ലോകത്തൊരു മനുഷ്യനും സംശയമില്ലാത്ത വിഷയം ലോകം അവസാനിക്കുന്നു.
ആകെ അഭിപ്രായ വ്യത്യാസം. എല്ലാവരും മതം അംഗീകരിക്കണോ അംഗീകരിക്കാത്തവനോ അല്ലാഹുവിനെ ചിലർ പറയുന്നത് 2025, ചിലർ പറഞ്ഞു 2050, ചിലർ പറഞ്ഞു 2100, ചിലർ പറഞ്ഞു 2250, ചിലർ പറഞ്ഞു 2500. മാക്സിമം പറഞ്ഞവർ പറഞ്ഞാൽ 2500 അപ്പുറത്ത് പോകാൻ സാധ്യതയില്ല. നിങ്ങൾ ആലോചിക്കണേ. അപ്പൊ നമ്മൾ ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്നുണ്ട്, സംശയമില്ല. ഈമാനിന്റെ ആറാമത്തെ കാര്യം എന്താ? അൽ-ഈമാനു ബിൽ ഖദർ ഖൈരിഹി വൽ ഇൻസാനു ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ. അല്ലാഹു ഒരാളെ പരീക്ഷിച്ചു, അയാളുടെ ഭക്ഷണം അല്ലാഹു കുടുസാക്കി കളഞ്ഞു. മാരകമായ ക്യാൻസർ രോഗം വന്നോ, മനുഷ്യൻ പറയുന്നത് എന്റെ റബ്ബെന്നെ നിന്ദിച്ചിരിക്കുന്നുവെന്നാണ്. വല്ല പരീക്ഷണവും വരുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ മറന്നു പോവുകയോ റബ്ബെന്നെ കാണുന്നില്ലെന്ന് ആക്ഷേപിക്കുകയോ ചെയ്യാറുണ്ടല്ലോ. ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആൻ. ഏത് നന്മയാണെങ്കിലും തിന്മയെ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചതാരെയാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാരെയാണോ അവരെ അല്ലാഹു കഠിനമായി പരീക്ഷിച്ചത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. എന്തിനേറെന്നറിയോ? റസൂലുള്ളാഹിന്റെ ആൺകുട്ടികളൊക്കെ മരിച്ചുപോയില്ലേ? നിങ്ങൾ നോക്കൊരു സൂറത്ത്, ഇന്നാ അതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. റസൂലുള്ളാഹിനെ ശത്രുക്കൾ ആക്ഷേപിച്ചു, വാല് അറ്റുപോയ ആളാ. മുഹമ്മദിന് അനന്തരക്കാരില്ല. മുഹമ്മദ് പറഞ്ഞ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടപ്പെട്ട ആളാണ്. ഈ മുഹമ്മദിന് അനന്തരക്കാരനെ പോലും അള്ളാഹു കൊടുത്തില്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. എന്തു ജാതി പരീക്ഷണം! ഉമ്മമാർ ശ്രദ്ധിക്കണേ. 32ാമത്തെ വയസ്സിലാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്നോട് വിട പറഞ്ഞത്. പെങ്ങളെ, നെഞ്ചത്തടിച്ച് കരയല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ആർത്തു കരയല്ലേ. നിന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ആകെ പ്രതീക്ഷയായിരുന്നു നിന്റെ മൂത്ത മകൻ. ആ മകന് ഭർത്താവ് മരിച്ച 15ാമത്തെ ദിവസം ദുആക്ക് വേണ്ടി വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ മാംസം വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് അവന്റെ ബൈക്ക് ലോറിയുമായി ഇടിച്ചിട്ട് തല പിളർന്ന് മരിച്ചുപോയത്. പെങ്ങളെ, പെങ്ങളെ, നീ ആർത്തു കരയല്ലേ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന്, പടച്ച റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഖദറാണ് എന്ന് വിശ്വസിക്കണേ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. വിശ്വസിക്കുക മാത്രമല്ല, അതിൽ സംതൃപ്തയാവുകയും ചെയ്യണം. ഒക്കെ നിങ്ങളുടെ സുഹൃത്താണെന്ന് പരീക്ഷിച്ചു തുടരുന്നത്. പക്ഷേ ഉമ്മാന്റെ സ്നേഹം അല്ലാഹു നിലനിർത്തി കൊടുത്തില്ല. 6ാമത്തെ വയസ്സിലെ ഉമ്മയെ അല്ലാഹു തിരിച്ചു വിളിക്കുന്നത്. പിന്നെ ഏറ്റെടുത്തതാരാ? പിതാമഹനാൻ അബ്ദുൽ മുത്തലിബല്ലേ. അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണവും ഏറെ അല്ലാഹു കൊടുത്തില്ല. 8ാമത്തെ വയസ്സിൽ പിതാമഹനെയും അല്ലാഹു തിരിച്ചു വിളിച്ചു. പിന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സംരക്ഷണം ഏറ്റെടുത്തത് അബൂ താലിബായിരുന്നല്ലോ. 25ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ താങ്ങും തണലുമായി കടന്നു വന്നവര് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ചിന്തിക്കണം, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ അല്ലാഹു മാതൃകയാക്കി നിയോഗിച്ചു തന്ന പൊന്നുനബിയുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനത്ര പാഠം. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട്. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്, മരിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ റസൂലുള്ളാഹിന്റെ കൺമുമ്പിലാണ്. പറഞ്ഞാൽ സ്വന്തം ഉമ്മ മരിച്ചു കിടക്കുന്നത് 6ാമത്തെ വയസ്സിൽ കാണാൻ വിധിക്കപ്പെട്ട ആളാണ് ഹബീബായ റസൂലുള്ളാഹി. 8ാമത്തെ വയസ്സിൽ തനിക്ക് സ്നേഹം തന്ന പിതാമഹൻ വാപ്പയെ കണ്ടിട്ടേ ഇല്ല. വാപ്പയുടെ സ്ഥാനത്ത് ഈ വാപ്പയെ കാണാറുള്ളത് പിതാമഹനിലാണ്. 8ാമത്തെ വയസ്സാകുമ്പോഴല്ലേ ചേതനേറ്റതിന്റെ പിതാമഹന്റെ ശരീരം കണ്ടതിൽ ചെയ്യേണ്ട വിധി അല്ലാഹു കൊടുത്തത്. ചിന്തിക്കു നിങ്ങൾ, വാപ്പയും ഉമ്മയും പിതാമഹനും കഴിഞ്ഞില്ലാത്ത പരീക്ഷണം കഴിഞ്ഞില്ല. സ്നേഹമസരണമായ ജീവിതം നയിക്കുമ്പോഴല്ലേ എന്തിനേറെ എന്റെ പെങ്ങളെ മക്കയിലെ ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ശത്രുക്കൾ കൊണ്ടുപോയി ശത്രുക്കൾ തടഞ്ഞു നിർത്തിയല്ലേ പുണ്യനബിയെ. ആ സമയത്തല്ലേ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, നബിയേ, ഞാനും അങ്ങയുടെ കൂടെ ഈ താഴ്വരയിൽ നിൽക്കുകയാണ്.
അപ്പൊ പറഞ്ഞു, ഖദീജ ഇവിടെ നിൽക്കണ്ട, ഇവിടെ ഭക്ഷണം കിട്ടില്ല ഖദീജ, വെള്ളം കിട്ടില്ല ഖദീജ, ശത്രുക്കൾ എന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഖദീജ. ഒന്ന് പ്രിയപ്പെട്ട ഖദീജ, അങ്ങേക്ക് പട്ടിണി കിടന്ന് പരിചയമില്ലല്ലോ, ഞാനാണെങ്കിലോ ചെറുപ്പത്തിലെ പട്ടിണി കിടന്ന് ശീലമുള്ള ആളാ. അതുകൊണ്ട് എന്റെ പൊന്നു ഖദീജ, മക്കളെ കൂട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴല്ലേ രണ്ട് കണ്ണിലും വെള്ളം നിറച്ച് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഹബീബായ നബിയേ, അങ്ങ് ഭക്ഷണം കഴിക്കാതെ ഈ താഴ്വരയിൽ പട്ടിണി കിടക്കുമ്പോൾ ഖദീജ മേറെ നിറച്ച് ഭക്ഷണം കഴിക്കുകയോ നബിയേ? അതൊരു തുള്ളി വെള്ളം പോലും കിട്ടാതെ തൊണ്ട നനക്കാൻ പ്രയാസപ്പെടുമ്പോൾ യാ റസൂലല്ലാഹ്, ഖദീജയുടെ തൊണ്ടയിലൂടെ അന്നനാളത്തിലൂടെ ഒരു തുള്ളി വെള്ളം പോലും താഴെ കരഞ്ഞില്ലല്ലോ നബിയേ. അതുകൊണ്ട് വെള്ളമില്ലേ, അങ്ങേക്ക് വെള്ളമില്ലേ, ഖദീജക്ക് വെള്ളം വേണ്ട, അങ്ങേക്ക് ഭക്ഷണമില്ലേ, ഖദീജക്ക് ഭക്ഷണം വേണ്ട. അങ്ങേ താഴ്വരയിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുകയാണോ? ഖദീജക്കും അങ്ങയുടെ കൂടെ പെടഞ്ഞ് മരിക്കണം. ഇത് പറഞ്ഞു തന്ന ഖദീജ റളിയല്ലാഹു അൻഹ, സ്നേഹമസർണമായ ആ ജീവിതത്തിനിടക്ക് അല്ലാഹു ഖദീജ ബീവി തിരിച്ചു. ഉപരോധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഖദീജ ബീവി രോഗിയായി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺമുമ്പിൽ വെച്ച ഖദീജ ബീവി ലോകത്തോട് കൂടെ പറയുന്നു, നിങ്ങൾ ചിന്തിക്കൂ, അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ കൊടുത്ത് പണിച്ചു. അവസാനിച്ചോ? ഇല്ല, റസൂലുള്ളാഹിക്ക് 7 മക്കളല്ലേ ഉള്ളത്. 7 മക്കളിൽ 6 മക്കളും റസൂലുള്ളാഹിന്റെ കൺമുമ്പിൽ ആ ലോകത്തോട് കൂടെ പറഞ്ഞു. നല്ല ശ്രദ്ധിക്കണേ, അൽ ഈമാനു ബിൽ ഖദർ, അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല. 7 മക്കളിൽ 6 മക്കളും റസൂലുള്ള ജീവിച്ചിരിക്കെ മരിച്ചു. അതിൽ 5 മക്കളെയും ഖബറിലേക്ക് താഴ്ത്തി വെക്കേണ്ട വിധിയുണ്ടായത് പുണ്യനബിക്കാണ്. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി കിടക്കുമ്പോഴാണ് ബദർ യുദ്ധം നടക്കുന്നത്. ബദർ യുദ്ധത്തിന് അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ റുഖയ്യ ബീവിയുടെ അടുത്താക്കിയിട്ട് ബദർ യുദ്ധത്തിന് പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാൻ പറഞ്ഞു. ബദർ യുദ്ധം കൊടുമ്പിരി കൊണ്ടല്ലോ. തൗഹീദ് കി അമാനത്ത് സീനോ മേ ഹേ ഹമാരേ ആസാൻ നഹീ മിഠാന നമോ നിശാൻ ഹമാരാ. ബദർ രണാങ്കണം കൊടുമ്പിരി കൊണ്ടല്ലോ. ബദർ രണാങ്കണം അവസാന മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വിജയമായി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അല്ലാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയി. അല്ലാഹു വിജയം കൊടുത്ത് സന്തോഷത്തോടെ വിജയിച്ച് മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. മദീന മുനവ്വറയിലേക്ക് തിരിച്ചു വരുന്നു. വല്ലാത്ത സന്തോഷത്തിലാ തിരിച്ചു വരുന്നത്. എന്റെ വീട്ടിലേക്ക് കയറുകയാ. ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, റുഖയ്യ മോളുടെ വിവരം എന്താണ് ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നത്, ഹബീബായ നബിയേ, റുഖയ്യ മോൾ വഫാത്തായുള്ള നബിയേ. ആരോടാ നിങ്ങൾ ചിന്തിക്കണം? അല്ലാഹുവിന് വേണ്ടി യുദ്ധം കഴിഞ്ഞ് വിജയിച്ചു വരിക. ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞ് വരില്ല, ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ് വരില്ല, വോളിബോൾ മാച്ചിൽ വിജയം വരിച്ചു വരില്ല. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് വിജയിച്ച് തിരിച്ചു വരുമ്പോഴാണ് പറയുന്ന നബിയെ, റുഖയ്യ മോൾ വഫാത്തായല്ലോ നബിയെ. അല്ലാഹുവിന്റെ ഹബീബിനോട് എന്നിട്ട് ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, റുഖയ്യ മോളെ ഖബറടക്കം ചെയ്യാനായി ജന്നത്തുൽ മുഅല്ലയിലേക്ക് ജന്നത്തുൽ ബഖയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് റുഖയ്യ മോളെ ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ട് സൈദിൽ കല്ലുകൾ എടുത്തു വെച്ച് ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞ് 3 പടി മണ്ണ് മാറിയിരുന്ന സമയത്ത് ആ പുണ്യനബി ഇങ്ങോട്ട് ചെല്ലുന്നത്. പ്രിയപ്പെട്ട എന്റെ ഉമ്മ, എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മകളുടെ മുഖം, മരിച്ചു കിടക്കുന്ന മകളുടെ മുഖം പോലും കാണാൻ അല്ലാഹു പുണ്യനബിക്ക് അവസരം കൊടുത്തിട്ടില്ല. ചിന്തിക്കണം. നമ്മൾ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വിശ്വാസം പലപ്പോഴും പതറിപ്പോകുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല രൂഢമൂലമായ വിശ്വാസം പ്രദാനം ചെയ്യട്ടെ.
അല്ലാഹുവേ അർഹമുർ റഹീമീനായ റബ്ബേ, സഫാ മർവ പർവ്വതങ്ങളിൽ കയറി ഇറങ്ങിയിട്ട് ആരോഗ്യം പരിശോധിക്കാനാണെങ്കിൽ മുണ്ടകാശ്ശേരി കുന്ന് കയറാൻ പറഞ്ഞാൽ മതി. അതിലെ ലക്ഷ്യം. അതിൽ വേറെ ഒരുപാട് ലക്ഷ്യവും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം. അന്നെന്ന് പറയുന്നുണ്ട്, ധാരാളം ദൃഷ്ടാന്തങ്ങൾ പഠിക്കാനുണ്ട് ഇവിടെ. ഇബ്രാഹിം നബിയെ കുറിച്ച് പഠിക്കാൻ തന്നെ. ഖലീലുല്ലാഹി ഇബ്രാഹീം തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്ന സാഹചര്യമുണ്ടായി. തീകുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടാൻ വേണ്ടി പോവാം. ഉടനെ ഇറങ്ങി നസലൽ അമീൻ മലക്ക് ജിബ്രീൽ. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, അള്ളാഹു പറഞ്ഞയച്ചതാണെന്നേ, ഈ സമയത്ത് അങ്ങേക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ചിന്തിക്കണേ, നമ്മുടെ ഈമാൻ എവിടെയാണ്? ഇവരൊക്കെ കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അല്ലാഹുവിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു അയച്ചതാണെന്നെ, അങ്ങേക്ക് എന്ത് സഹായമാണ് ഈ സമയത്ത് വേണ്ടതെന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് നമ്മളൊക്കെയാണ് എന്താ പറയാ, അല്ലാഹുവേ നിന്നെ കരിക്കാൻ വേണ്ടി തീരുമാനിച്ചോലെ നീ ആദ്യം കരിച്ചു കളയണേ എന്നല്ല പറയും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്താണ്? ഇത് ചോദിച്ച ജിബ്രീൽ അലൈഹിസ്സലാമിനോട് തിരിച്ചു പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ജിബ്രീലേ, ഈ തീകുണ്ടാരത്തിലേക്ക് ഞാൻ എടുത്തറിയപ്പെടണം എന്നത് എന്റെ തീരുമാനമല്ല, എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ആ തീകുണ്ടാരത്തിലേക്ക് ഞാൻ എടുത്തറിയപ്പെട്ടാൽ തീകുണ്ടാരത്തിൽ എനിക്ക് എന്ത് സംഭവിക്കണം എന്നും എന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ജിബ്രീലേ, എന്റെ റബ്ബിനോട് ചെന്നിട്ട് പറയണേ, എന്റെ റബ്ബിനോട് അല്ലാഹുവിനോട് പറയുന്ന മാറ്റൊന്ന് ചിന്തിച്ചു നോക്കണേ നിങ്ങൾ. ഈമാൻ 10 മാറ്റം, 22 കാരറ്റ് ഈമാൻ പവിത്രമാവാതെ ശുദ്ധമാവാതെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് കയറിപ്പോവാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു നമ്മുടെ ഈമാൻ പക്വമാക്കി തരട്ടെ. അല്ലാഹു പക്വമാക്കി തരട്ടെ. രണ്ടാമത് ഞാൻ വളരെ ചുരുക്കണം, 1-2 ഹദീസ് മാത്രം. ഒരുപാട് ഇതൊരു 5-6 മാസം പറയേണ്ട എല്ലാ മേഖലയും സ്പർശിക്കുന്ന വിഷയം. രണ്ടാമത് ഏറ്റവും ഗൗരവമുള്ള വിഷയം ഏതാണ്? ആകാശത്തിന് ചുവട്ടിൽ ഒന്നാമത് ഗൗരവമുള്ള വിഷയം തൗഹീദാണ്, വിശ്വാസം. 2 കർമ്മങ്ങളിൽ നിസ്കാരം. നല്ല ശ്രദ്ധിക്കണം, നിസ്കാരം. എന്തുകൊണ്ട് നോമ്പിനെ കുറിച്ച് പുണ്യനബി സംസാരിച്ചത് മദീനയിൽ വെച്ചാണ്? നോമ്പിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച് സംസാരിച്ചത് മദീനയിലാണ്. ഹജ്ജിനെ കുറിച്ച് സംസാരിക്കുന്നത് മദീനയിലാണ്. നിസ്കാരത്തെ കുറിച്ച് സംസാരിച്ചതോ മക്കത്ത് തന്നെ. മക്കയാണെങ്കിലോ ആരാധനാ സ്വാതന്ത്ര്യം മക്കയിൽ ഉണ്ടായിരുന്നില്ല താനും. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ ഹബീബ് മക്കത്ത് വെച്ചേ സംസാരിക്കാൻ തുടങ്ങിയ ഒന്നാം നിസ്കാരം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിപ്രധാനമായ ചില ഹദീസ് മാത്രം ഓതി അർത്ഥം വെക്കുകയാണ്. വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്കൊന്ന് കൂട്ടമായി നിന്നൊന്ന് ദുആ ചെയ്ത് നടത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ ചാറൽ മയ അല്ലാഹു ദുആക്ക് ഉത്തരമുണ്ട് എന്ന് പുണ്യനബി പറഞ്ഞ ആ അടയാളത്തിൽ അല്ലാഹു പെടുത്തി തരട്ടെ. അല്ലാഹുവേ നീ പെടുത്തി തരണേ റബ്ബേ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നമ്മൾ എന്തിനാ നിസ്കരിക്കണേ? നമ്മൾ എന്തിനാ നിസ്കരിക്കണേ? അല്ലാഹുവിനെ ഏത് ചോദിച്ചാലും കിട്ടുന്ന ഉത്തരമാണ്. ആരോട് ചോദിച്ചാലും നിങ്ങൾ ആർക്കാ നിസ്കരിക്കണേ? അള്ളാഹു. നമ്മൾ നിസ്കരിച്ച അള്ളാഹ് എന്താ കൊടുക്കാം? അള്ളാഹ് ഒന്നും സംഭവിക്കൂല. എന്താണ് നിസ്കാരം? പുണ്യനബി ഏറ്റവും കൂടുതൽ സംസാരിച്ചു വന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ തറക സ്വലാത്ത സുബ്ഹ്, സുബ്ഹി നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ, അല്ലോ ശ്രദ്ധിക്കണേ, മൻ തറക സ്വലാത്ത സുബ്ഹി, സുബ്ഹി നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ ബരിഅത മിൻഹു ദിമ്മത്തുല്ലാഹ്,
അയാളിൽ നിന്ന് അല്ലാഹു തന്റെ സംരക്ഷണം പിൻവലിച്ചു കളയുന്നതാ. സുബഹി ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ അയാളിൽ നിന്ന് അള്ളാഹുവിന്റെ സംരക്ഷണം പിൻവലിച്ചു കളയും. അറബിയിൽ പറയാറുണ്ട് ഹുവ ഫീ ദിമ്മതി, അയാൾ എന്റെ നിമ്മത്തിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ എന്റെ സംരക്ഷണത്തിലാണ്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണല്ലോ. ആ സുബ്ഹ് നമസ്കാരമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ സുബ്ഹി ഒരാൾ ഒഴിവാക്കിയോ ആ ദിവസം പിന്നെ അയാൾക്ക് അല്ലാഹുവിന്റെ സംരക്ഷണമില്ലേ ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ സംരക്ഷണമില്ലാതെയായാൽ എന്ത് സംഭവിക്കും എന്റെ പ്രിയമുള്ളവരെ? എന്തും സംഭവിക്കാം. ചില ഉദാഹരണങ്ങൾ അല്ലാഹു തന്നെ കാണിച്ചു തന്നില്ലേ? ചിന്തിക്കണേ, നിങ്ങൾ ആലോചിക്കണേ. ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നറിയുമോ? ഭൂമിയിൽ നിന്ന് ചൊവ്വയെക്കുറിച്ച് പഠനം നടത്താൻ ഒരു പരീക്ഷണ വാഹനത്തെ ശാസ്ത്രലോകം തൊടുത്തുവിടാൻ ഉദ്ദേശിക്കുകയാണ്. എന്നാൽ അവർ ഇതിന് മുമ്പ് പറയും ഈ വാഹനം 14ാമത്തെ ദിവസം 23ാമത്തെ മണിക്കൂറിലെ 48ാമത്തെ സെക്കൻഡില് 48ാമത്തെ മിനിറ്റില് 37ാമത്തെ സെക്കൻഡിൽ ഇത് ചൊവ്വായുടെ പ്രതലത്തിൽ എത്തിച്ചേരും. നിങ്ങൾ ചിന്തിക്കണേ, വിക്ഷേപിക്കുന്നതിന് മുമ്പ് അവർ കൃത്യമായി സമയം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? സൗദി അറേബ്യയിലും ദുബായിലും ജോലി ചെയ്യുന്ന എന്റെ സഹോദരങ്ങൾ കരിപ്പൂർ കോഴിക്കോട് എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റിൽ കയറിയിരുന്നാൽ അനൗൺസ് ചെയ്യാറില്ലേ? 3 മണിക്കൂറും 20ാമത്തെ മിനിറ്റുമാകുമ്പോൾ ഈ ഫ്ലൈറ്റ് ദുബായിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമെന്ന് കേൾക്കാറില്ലേ? ഈ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് പുറപ്പെട്ട് 5 മണിക്കൂർ കഴിഞ്ഞ് 9ാമത്തെ മിനിറ്റിൽ ജിദ്ദയിലെ അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമെന്ന് പോകുന്നതിന് നമ്മൾ പറയാറില്ലേ? നമ്മൾ നോക്കുമ്പോൾ കൃത്യസമയം ലാൻഡ് ചെയ്ത് ഫ്ലൈറ്റ് നിൽക്കുമ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞ് 9ാമത്തെ മിനിറ്റ്. ചിന്തിക്കേണ്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തില് ആലോചിക്കുന്ന നിങ്ങൾ 1 കൊല്ലം കഴിഞ്ഞില്ലേ മലേഷ്യയുടെ എയർപോർട്ടിൽ നിന്നൊരു ഫ്ലൈറ്റ് പൊക്കിപ്പോയിട്ട്? 1 കൊല്ലം കഴിഞ്ഞില്ലേ 239 യാത്രക്കാരുമായി ഉയർന്നു പൊങ്ങിയ ഈ ഫ്ലൈറ്റിനെ കുറിച്ച് ഇന്ന് വരെ ഒരു വിവരം പറയാൻ, ഒരക്ഷരം പറയാൻ ശാസ്ത്രലോകത്തിന്, ആധുനിക ലോകത്തെ ഈ വലിയ ടെക്നോളജിയുടെ വാർത്താക്കൾക്ക് പോലും കഴിഞ്ഞില്ല. എന്തേ കാരണമെന്നറിയുമോ? എത്ര ഫ്ലൈറ്റുകൾ ഉയർന്നു പൊങ്ങുന്നുണ്ട്. ചിലരൊക്കെ തകർന്നു വീഴുന്നതിന്റെ കാരണത്തെക്കുറിച്ച് ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മെസ്സേജ് കണ്ടുകൊണ്ട് പറയാറില്ലേ? ഞാൻ ചോദിക്കട്ടെ, എവിടെ പോയി ഫ്ലൈറ്റിന്റെ സഹോദരാ? അല്ലാഹു അതിന്റെ സംരക്ഷണം പിൻവലിച്ചപ്പോൾ ഒരു മറുപടി പോലും ലോകത്തിന് പറയാൻ കഴിഞ്ഞില്ല. മലേഷ്യൻ പ്രസിഡന്റ് പറഞ്ഞല്ലോ. മലേഷ്യൻ പ്രസിഡന്റിനോട് നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ കുടുംബത്തെ കാത്തിരിക്കാൻ വല്ല മറുപടി തരണം പ്രസിഡന്റ്. ആ സമയത്ത് അയാൾ പറഞ്ഞു എല്ലാരും മരിച്ചുപോയി. അപ്പൊ അയാൾക്കെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തല്ല, മരിച്ചു എന്ന് പറഞ്ഞാ പോരാ, എന്റെ ബന്ധു മരിച്ചു എന്നതിന് തെളിവ് തരണം. മലേഷ്യൻ പ്രസിഡന്റ് മൗനിയായിരിക്കാനല്ലാതെ അയാൾക്ക് കഴിഞ്ഞില്ല. തബറഅത് മിൻഹു ദിമ്മത്തു തബറഅ മിൻഹു ദിമ്മത്തുല്ലാഹ് ബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹ്. അല്ലാഹു തന്റെ സംരക്ഷണം പിൻവലിച്ചു കളയുന്നതാണ്. അപ്പൊ ഒരു മനുഷ്യൻ ഒരു ദിവസത്തേക്കുള്ള സംരക്ഷണം സുബഹിസ്കാരം നല്ലപോലെ ചിന്തിക്കണം. നിങ്ങളതാണ് സുബഹി. നമ്മുടെ ജീവിതം അല്ലാഹു ധന്യമാക്കി തരട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രധാന ഹദീസ് മാത്രം അർത്ഥം കിട്ടുന്നുള്ളൂ, പറയില്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ സ്വലാത്തുൽ ളുഹരി ഒഴിവാക്കിയാൽ കേട്ടോളൂ, تبرأ منه الأنبياء والمرسلون. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ അയാളെ കൈയൊഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 100 നിസ്കരിക്കാത്ത ആളാണോ പ്രവാചകന്മാര് അയാളുടെ ഭാഗത്തേക്കേ ഉണ്ടാവില്ല.
അവരിൽ ആരാണ് പ്രധാനി? ഇരു പാദങ്ങളിലൂടെയും നടന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമസ്കരിക്കാത്ത ആളാണെങ്കിൽ ഒന്ന് നബി അയാളെ തിരിഞ്ഞു പോലും നോക്കൂല, തിരിഞ്ഞു നോക്കുക പോലുമില്ല. ചെറിയ കാര്യമല്ല. പ്രവാചകന്മാർ ആവശ്യമുണ്ടോ നമുക്ക്? ഭൂമിയിലും വേണം പ്രവാചകന്മാർ, ആഖിറത്തിലും വേണം. എന്തുകൊണ്ട്? ഈ ഇരിക്കുന്ന പല ആളുകളും ഈ ഇരിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകളും എന്നല്ല, എല്ലാവരും നിസ്കരിക്കാൻ പറ്റാത്തവരല്ലാത്ത എല്ലാവരും മഗ്‌രിബ് നമസ്കരിച്ചായിരിക്കും ഈ സദസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക. മഗ്‌രിബ് നമസ്കാരം 3 റക്അത്ത്. 3 റക്അത്തിൽ നമ്മൾ ചെയ്യുന്ന സുജൂദ് 6 സുജൂദുകളാണ്. 6 സുജൂദ് നമ്മൾ ചെയ്യുന്നതായിരിക്കാം അള്ളാഹുവിനല്ലേ 6 സുജൂദും ചെയ്യുന്നത്. ആ 6 സുജൂദും നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ ആ സുജൂദ് അള്ളാഹു സ്വീകരിക്കണം. ആ സുജൂദുകളോടൊപ്പം റസൂലുള്ളാഹിനെ ചേർത്ത് വെക്കണം. അതല്ലേ 3ാമത്തെ റക്അത്തിലെ 6ാമത്തെ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തഹിയ്യാത്തിനായി ഇരിക്കുകയായി. എന്നിട്ട് തഹിയ്യാത്തുകളെ ഭൂമിയിൽ നമ്മൾ അള്ളാഹുവിന് ചെയ്യുന്ന സുജൂദ് പോലും ഒന്ന് സ്വീകരിക്കൂല. ആഖിറത്തിലോ? അപ്പൊ ഈ പ്രവാചകന്മാർ മുഖത്ത് കല തിരിഞ്ഞു നോക്കൂല, കേൾക്കാത്ത ആളെ. അല്ലാഹു കഴിഞ്ഞതൊക്കെ പുറത്തു തരട്ടെ. അതീവ ഗൗരവമല്ലേ? ചിന്തിച്ചു നോക്ക്. ഞാൻ എന്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഉമ്മമാരോട് ഉപ്പമാരോട്. 6 മാസം മുമ്പ് കാരണം ഇന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് അതിന്റെ കാരണം. ശാസ്ത്രം പറയുന്നു. ഇസ്ലാം പഠിപ്പിച്ചതെന്താ? 9 വയസ്സ് കഴിഞ്ഞാൽ ഏത് സമയത്തും ഒരു പെണ്ണിന് പ്രായപൂർത്തിയാകാം. 9 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു പെണ്ണിന് മെൻസസ് ഉണ്ടായ പെണ്ണിന് പ്രായപൂർത്തിയാകാം. ഇവര് പറഞ്ഞത് 12 വയസ്സായ 99% കുട്ടികളും പ്രായപൂർത്തിയായവരാണ് പെൺകുട്ടികൾ. നിങ്ങൾ ചിന്തിക്കണം. 12 വയസ്സെന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ്സിലാവും. വാപ്പി ഉമ്മി എന്ന് ചിന്തിക്കാൻ. 12 വയസ്സായാൽ 7ാം ക്ലാസ്സിലാകും. 13ാമത്തെ വയസ്സിൽ 8ലാണ്, 16ൽ 9ലാണ്, 15ാമത്തെ വയസ്സിൽ 10ലാണ് എന്ന് പറഞ്ഞാൽ അവരെ സൈൻ തീറ്റ പഠിപ്പിക്കാൻ, കോസ് തീറ്റ പഠിക്കാനായി അവരെ നമ്മൾ പറഞ്ഞേച്ചില്ലേ സ്കൂളിലെ? ഞാൻ ചോദിച്ചോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഉച്ചസമയം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾ പാർസലാക്കി കൊടുത്തയക്കാറില്ലേ? തിരിച്ചു വന്നാൽ മോളെ ഭക്ഷണം കഴിച്ചില്ലേന്ന് ചോദിക്കുന്ന ഉമ്മ, നിങ്ങൾ ചോദിച്ചോ പൊന്നമോളോട്, മോളെ നീ ളുഹർ നിസ്കരിച്ച മോളെ എന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, സ്കൂളിന്റെ PT-യെ വിളിച്ചാൽ, MT-യെ വിളിച്ചാൽ സജീവമായി പങ്കെടുക്കാറില്ലേ? പറയാറില്ലേ HM-നോട്, സാറ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ക്ലാസ് മക്കൾക്ക് മനസ്സിലാവുന്നില്ല, സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ അത്ര പോരാ, പറയാറില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാറില്ലേ? നമ്മൾ ഈ സ്ഥാപനത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന കുടിജലം അത്ര പ്യൂറല്ല, എന്നാൽ ആരെങ്കിലും എഴുന്നേറ്റതെന്ന് പറയാറുണ്ടോ? ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് നിസ്കരിക്കാൻ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഒരു ചെറിയ സൗകര്യം വേണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ മുഖമില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഗൗരവമല്ലേ? നമ്മൾ വിചാരിച്ച നമ്മളെ നിസ്കരിച്ച നിസ്കാരം മതി. നമ്മളെ സ്വഹാബികൾ വിചാരിച്ചല്ല. അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം എത്രയോ ജമാഅത്തുകളിൽ പങ്കെടുത്ത സ്വഹാബികൾ, എത്രയോ യുദ്ധങ്ങളിൽ പങ്കെടുത്ത സ്വഹാബികൾ, മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു ചരിത്രം നമുക്കറിയാലോ. ഞാൻ ചരിത്രത്തിലേക്ക് പോവുകയല്ല. ആരാ സവാദ്? റസൂലുള്ളാഹിയോടുകൂടെ എത്രയോ യുദ്ധങ്ങളിൽ പങ്കെടുത്ത സ്വഹാബിയാൻ, ഒരുപാട് ജമാഅത്തുകളുടെ റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ച സ്വഹാബിയാൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരം വാരി പുറത്ത് കെട്ടിപ്പിടിച്ചു തുരുതുരാ ചുംബനം കൊടുത്തുകൊണ്ട് പറഞ്ഞെടുത്താ അങ്ങയുടെ കൂടെ ഒരുപാട് ജമാഅത്തുകളിൽ സവാദ് പങ്കെടുത്തിട്ടുണ്ട് നബിയേ, ഒരുപാട് നന്മ സവാദ് ചെയ്തിട്ടുണ്ട്
യാ റസൂലല്ലാഹ്. പക്ഷേ അതൊന്നും സവാദിനെ രക്ഷപ്പെടുത്താൻ പോകുന്നതാണെന്ന് സവാദിന് തോന്നുന്നില്ല നബിയേ. അതുകൊണ്ട് ഫകുല്ലി ശഫീഅൻ യൗമ ലാ ദൂ ശഫാഅതി ബിമുഗനിൻ ഫതീലൻ അൻ സവാദി ബിൻ ഖാരിബി. ഈ സവാദിനെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയാത്ത ഘട്ടത്തിലുണ്ടല്ലോ നബിയേ. അങ്ങയുടെ ശഫാഅത്ത് കൊണ്ടെന്ന് രക്ഷപ്പെടുത്തി പുതിയാപ്പിളക്കില്ല. എന്റെ കുഞ്ഞുമോൾ നിസ്കരിച്ചില്ലെങ്കിൽ എന്റെ കുഞ്ഞുമോൾക്ക് റസൂലുള്ളാഹിന്റെ മുഖം കാണാൻ പോലും ഉണ്ടാവില്ല, വിധി ഉണ്ടാവില്ല എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു? നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ അയാളിൽ നിന്ന് മലക്കുകൾ മാറി നിൽക്കുന്നതാണ്. കല്യാണം നടക്കാം, പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്ന തിരക്കില്ല. പുതിയ പെണ്ണില്ലേ, ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്ന തിരക്കില്ല. പണ്ടൊരു പെണ്ണ് പുതുക്കത്തിൽ ഒരു കുട്ടിനെ വരെ മറന്നുപോയി. സ്വന്തം കുട്ടിനെ മറന്നു. കുറെ കാലത്തെ പാല് ചോദിച്ചാൽ എന്റെ മോനെ എവിടെ ചോദിച്ചപ്പോഴാണ് കുട്ടി അവിടെ തന്നെയുള്ള ഓർമ്മ. അല്ലെ ഈ ആവേശത്തിൽ പോയതാണ്. പിന്നുണ്ടാവും നിസ്കാരം. അസറ നമസ്കാരം എല്ലാം ചിന്തിച്ചുള്ളൂ. അസറ നമസ്കാരം എല്ലാ കാര്യത്തെക്കാളും ഗൗരവ വിഷയം. എന്തുകൊണ്ട്? പുണ്യനബി മക്കത്ത് ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലാത്ത സ്ഥലത്ത് പോലും പുണ്യനബി സംസാരിച്ച വിഷയമാണ് നിസ്കാരം. അള്ളാഹുവിന്റെ മലക്കുകൾ മാറി നിൽക്കും അസറ നമസ്കാരം ഒഴിവാക്കിയാണെങ്കിൽ. മലക്കൾ ആവശ്യമാണ് നമുക്ക്. മലക്കുകൾ മുഖേനയാണ് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? രണ്ടാൾ പൊക്കത്തു നിന്നൊരു കുട്ടി താഴേക്ക് വീണു. രണ്ടാളുടെ ഉയരത്തുനിന്നൊരു കുട്ടി, 2 വയസ്സായ കുട്ടി താഴേക്ക് വീണു. നമ്മൾ ഓടിച്ചെന്ന് കുട്ടിയുടെ കയ്യോ കാലോ കുറിഞ്ഞിട്ടുണ്ടാവും. ബേജാറായി പോയി ഒന്നും പറ്റിയിട്ടില്ല. ഇവിടെ ചെറിയൊരു മുഴയുണ്ട്, അത് തൈലൊക്കെ തേച്ച പോലീസും കൊണ്ട് മാറിക്കും. എന്തേ? ആ കുട്ടിക്ക് മലക്കുകളുടെ സംരക്ഷണം കൂടുതലാണ്. 40 ഓ 50 ഓ വയസ്സായ ഒരാൾ നടന്നു പോവുകയാണ്. കാലൊന്നും മടക്കി ചവിട്ടിയാൽ വീഴാൻ പോണ സമയത്ത് കാല് മടക്കി ചവിട്ടിയപ്പോ വീഴുമെന്ന് തോന്നിയപ്പോ ഇയാൾ കയ്യും പൊട്ടി. നോക്കുമ്പോ കയ്യും പൊട്ടി, കാലും പൊട്ടി. 40 വയസ്സായാണ്. രണ്ടാൾ പൊക്കത്തുനിന്ന് വീണിട്ട് കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. ഇയാൾ നടന്നു പോകുമ്പോൾ കാല് മടക്കി ചവിട്ടിപ്പോയതാണ്. കയ്യും പൊട്ടിപ്പോയി, കാലും പൊട്ടി. എന്തേ? മലക്കുകളുടെ സംരക്ഷണം കുറഞ്ഞുപോയി. സംരക്ഷണം കുറയുന്ന പ്രവർത്തനം നമ്മൾ ധാരാളം ഉണ്ടായി. അസറ നമസ്കാരം മലക്കുകളുടെ സംരക്ഷണം നിലനിർത്താൻ പറ്റാവുന്ന ഏറ്റവും നല്ല നിസ്കാരമാണ് അസറ നമസ്കാരം. മാത്രമല്ല, വേറെ ഹദീസുകളുണ്ടോ? മൻ തറക സ്വലാത്തൽ അസർ, അസറ നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ ലം യകുൻ ഫീ അനാഇഹി ഖുവ്വ, അയാളുടെ അവയവങ്ങളിൽ ആരോഗ്യം ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ ആരോഗ്യം നിലനിർത്താൻ പറ്റാവുന്ന ഏറ്റവും നല്ല നിസ്കാരം അസറ നിസ്കാരം. നമ്മളെ കൗമ എന്താ ചെയ്യണം? ഇവിടെ നമ്മളെ നാട്ടിലൊന്നും കാണാനില്ല. നമ്മളെ കൗമ രാവിലെ തന്നെ 3 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നേരെ പോയിട്ട് ഓൻ ചെയ്യണത് 40 കിലോന്റെ 20 തന്നെ ഉണ്ട്. മറ്റേ ഇതാണ് എത്ര പ്രയാസപ്പെട്ടവനത് കൊടുക്കുന്നത്. എത്ര പ്രയാസപ്പെട്ടാണ്. കളിക്കേണ്ട സമയം സുബഹിയുടെ ശേഷമല്ല. ഈ ഹദീസിൽ സൂചനയുണ്ട്. കളിക്കേണ്ട സമയം സുബഹിയുടെ ശേഷം. കളിക്കേണ്ട സമയം സുബഹിയുടെ ശേഷം, കളിക്കേണ്ട സമയം മഗ്‌രിബിന് ശേഷമല്ല. ചെറുപ്പക്കാരെ, കളിക്കേണ്ട സമയം മഗ്‌രിബിന് ശേഷമല്ല. എടാ, ഗാലറി കെട്ടിയിട്ട് ട്യൂബ്ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ട് ഇശാന്റെ ശേഷമല്ലടാ നീ ഫുട്ബോൾ കാണാൻ പോയിരിക്കേണ്ടത്. കളിക്കേണ്ട സമയമുള്ളത്. കളിക്കൊരു സമയമുണ്ട്, കളിക്കാം. എന്ത് കളി? മറ്റേ ക്രിക്കറ്റ് കളി ഉണ്ടല്ലോ, 8 മണിക്കൂർ ഒരു മനുഷ്യന്റെ ജീവിതം കളിയാണ്. 8 മണിക്കൂർ. എന്താ അവന്റെ പണി? ഓന് അടിച്ച ബോളിന് പിന്നെ അടിക്കരുത്. ഈ ക്രിക്കറ്റൊക്കെ ഗാന്ധിജി കണ്ടിരുന്നെങ്കിൽ മൂപ്പര് അറ്റാക്കായി മരിച്ചുപോയത്. ഫുട്ബോൾ കളിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടപ്പോഴാണ് മൂപ്പര് പറഞ്ഞത്, ഒരു 10-12 ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നു. ഇത് കണ്ടപ്പോ ഗാന്ധിജി പറഞ്ഞു, എന്തിനാ എല്ലാവരും കൂടി ഒരു പന്തിന് വേണ്ടി അടിപിടി കൂടുന്നത്? ഓരോട് ആ തർക്കൊക്കെ നിർത്തിവെക്കാൻ പറഞ്ഞാൽ ഇന്റെ വക എല്ലാവർക്കും ഒരു പന്ത് വാങ്ങിത്തരാം. അപ്പൊ രസകരമായിട്ടാണ് ഇത് ലോകത്തെ പഠിപ്പിച്ചത്. കുഴപ്പമില്ല, ഫുട്ബോൾ ഒരാൾ കളിക്കാം, ആരോഗ്യം ആവശ്യമാണ്. അസർ എപ്പോഴാണ് കളിക്കണ്ടേ? അസർ നമസ്കാരത്തിന് ശേഷമുള്ള കളി അതാണ് ആരോഗ്യത്തിനൊന്നുകൂടെ നല്ലത്.
അസ്ർ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് ആരോഗ്യം, അവയവങ്ങളിൽ ആരോഗ്യം നിലനിൽക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിസ്കാരമാണ് അസ്ർ നമസ്കാരം. ആരോഗ്യത്തിന് യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ഈ കാലത്ത് ഈ ഹദീസുകളൊക്കെ മുത്തുമണികളെ പോലെ കൽവിൽ കൊത്തിവെക്കേണ്ടതാണ്. ആരോഗ്യത്തിന് യാതൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ. ഇന്ന് കണ്ട നല്ല ദൃഢഗാത്ര, ഞാനിപ്പോ ഇന്നലെ രാത്രി ഞാൻ ഒന്ന് വൈകാനുള്ള കാരണം തന്നെ വാലിഞ്ഞിട്ട് ഒരാളെ രോഗം കാണാൻ പോയതാണ്. എന്നെ ക്ഷണിച്ച ആളിനോട് പറഞ്ഞത്, സാറേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, 105 കിലോ ഭാരമുണ്ടായിരുന്ന ഒരാൾ 35 കിലോ ഭാരമേ ഇപ്പോൾ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം അയാളുടെ ഭാരം 105 കിലോ, അപ്പൊ അയാളുടെ ഭാരം 35 കിലോ. ഞാൻ ചോദിച്ചാൽ എന്താ? എന്നോട് പറഞ്ഞു കിഡ്നിയിൽ ക്യാൻസറാണ്. കിഡ്നിയിൽ ക്യാൻസറാണ്. ആരോഗ്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ കൊത്തിവെക്കേണ്ടതാണ്. ആരോഗ്യം ഉണ്ടാവൂല, കളിച്ചാണ് ഒരാൾ. കുഴപ്പമില്ല, 1 മണിക്കൂർ ഫുട്ബോൾ കളിക്കുക, അല്ല അവരത്തൊക്കെ മറിച്ചിട്ട് ഒന്ന് ചെയ്യാ പഠിച്ചോണ്ട് ആരോഗ്യ അവസ്ഥയാണ്. അത് ഞാൻ മണിക്കൂർ കളിക്കാം. മഗ്‌രിബിന്റെ 1/2 മണിക്കൂർ കളിയൊക്കെ നിർത്തിയിട്ടോ മഗ്‌രിബ് നിസ്കരിക്കാൻ പറ്റത്തിൽ കയറി പോണേ. അല്ലാഹു കൂലി തരുമോ കളിക്ക്? ആ കളിക്കല്ലാഹു കൂലി തരും. കളിക്കേണ്ടത് എപ്പോഴാണ്? ലൈറ്റ് ഘടിപ്പിച്ചിട്ട് സെറ്റിൽ പറ്റി കളിക്കേണ്ടത് മഗ്‌രിബിന് ശേഷമല്ല, ഇശാന് ശേഷമല്ല. അപ്പൊ ചെയ്യേണ്ട വേറെ പണിയുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, അടുത്ത ഹദീസ് കേട്ടോളൂ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, മൻ തറക സ്വലാത്തൽ മഗ്രിബ്, മഗ്രിബ് നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ തബറഅ മിൻഹുൽ ഖുർആൻ, ഖുർആൻ അയാളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. ഖുർആൻ അയാളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഖുർആൻ നമുക്ക് ആവശ്യമാണോ? ആരും നമ്മളൊപ്പം നിൽക്കാത്തൊരു സമയമുണ്ട്, ആരും നമ്മുടെ കൂടെ നിൽക്കാത്തൊരു സമയമുണ്ട്. ഏതാണ് ആ സമയം? പരം വിധിച്ചുമ്മാവിട്ട് സ്വങ്കിന് നടക്കുന്ന സുജാത്ത നാമൊക്കൊണ്ട് നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ മെത്ത വിട്ടുപിരിഞ്ഞ് കാട്ടിലാരടി മണ്ണാണ്. ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര വാപ്പമാർക്ക് പ്രിയപ്പെട്ട മക്കളാ ഇതിനകത്തുള്ളത്. മക്കൾക്ക് പ്രിയപ്പെട്ട വാപ്പമാരാ. വാപ്പ മരിച്ചപ്പോൾ അവർ ചെന്നത് ഖബർ വരെ അവർ ചെന്നു. പിറായേ സബലോ. പിന്നെ വാപ്പയെ അവിടെ കിടത്തിയിട്ട് മക്കൾ തിരിച്ചു പോന്നു, ഉമ്മയെ കിടത്തിയിട്ട് മക്കൾ തിരിച്ചു പോന്നു, ജ്യേഷ്ഠനെ കിടത്തിയിട്ട് അനുജൻ പോന്നു, അനുജനെ കിടത്തിയിട്ട് ജ്യേഷ്ഠൻ പോന്നു, മക്കളെ കിടത്തിയിട്ട് പിതാവ് പോന്നു. ആരും അവരുടെ കൂടെ പോയി കിടന്നില്ല. ഖബറങ്ങ് ഓടിയിട്ട് തിരിച്ചു പോന്നില്ലേ? ഖബറിൽ നമ്മുടെ കൂട്ടുകാരായി നിലകൊള്ളേണ്ട ഒന്ന് അൽ ഖുർആൻ. اللهم اجعل ما قرأناه موئسا له في خبري. ഞങ്ങൾ ഓതിയ സൂറത്തൊക്കെ ഖബറിലായുള്ള കൂട്ടുകാരനാക്കി കൊടുക്കണേ. എന്നാ മഗ്‌രിബ് നിസ്കാരം നിർവഹിക്കാത്ത ആളാണോ അയാൾക്ക് ഖുർആൻ ഖബറിൽ കൂട്ടുകാരനായി ഉണ്ടാവുകയില്ല. അടുത്തതൊന്ന് മൻ തറക സ്വലാത്തൽ മഗ്രിബി, മഗ്രിബ് നമസ്കാരം അവഗണിക്കുന്ന ആളാണോ അയാൾക്ക് ഭക്ഷണത്തിലുള്ള ടേസ്റ്റ് അല്ലാഹു പിൻവലിച്ചു കളഞ്ഞെങ്കിൽ തന്നെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അല്ല പിൻവലിച്ച ലോകത്താണ്. ഞാൻ എപ്പോഴും ഓർക്കാം, 10-25 കൊല്ലം മുമ്പ് എന്റെ വാപ്പ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന മാങ്ങയുടെ വാസന എന്റെ മൂക്കിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ ജാതിയുടെ മാങ്ങയുടെ വാസന എന്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഇപ്പൊ അടുത്തൊരു ചോന്ന മാങ്ങ കണ്ടപ്പോൾ ഞാനത് എടുത്തു നോക്കി, വാസന ഉണ്ടോന്നറിയാം. വാസന പോലുമില്ല, ടേസ്റ്റ് പോലുമില്ല. മഗ്‌രിബ് നിസ്കരിക്കാത്ത ആളാണോ ടേസ്റ്റ് അനുഭവിക്കാത്ത രീതിയിലുള്ള രോഗങ്ങൾ വരാം. ശ്രദ്ധിക്കണം. എവിടെയാണ് ഇതിന്റെ അന്തിമമായ കിടപ്പ് ഉള്ളത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ റഹ്മാനായ അല്ലാഹു അയാളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. ഗൗരവത്തെ ചിന്തിക്കേണ്ട രീതിയാണ്. ഇശാ നിസ്കാരം ഒരാൾ നിർവഹിച്ചില്ലെങ്കിൽ അയാൾക്ക് പിന്നെ രാവിലെ വരെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ മാരക രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കാലല്ലേ? നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താ?
ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണ് 3 ആഴ്ചകൾക്ക് മുമ്പ് വന്നത്? ഇന്ത്യ രാജ്യത്ത് പന്നിപ്പനിക്ക് ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. പന്നിപ്പനിക്ക് ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഈ പന്നിപ്പനി എന്ന രോഗം. സത്യത്തിൽ പണ്ടൊരു ഡോക്ടർ ക്ലാസ് ഞാൻ കേട്ടപ്പോഴാണ് മനസ്സിലായി. അയാൾ പറഞ്ഞു പന്നിപ്പനി മനുഷ്യനുണ്ടാകുന്ന പണിയല്ല, പന്നിക്ക് ഉണ്ടാകുന്ന പണിയാണ്. കാരണം ഈ രോഗാണുക്കൾക്ക് സ്ഥലം മാറുമല്ലോ, മനുഷ്യനെ മാറുള്ളൂ. പന്നിപ്പനിയുടെ രോഗാണു പന്നിന്റെ ശരീരത്തിലേക്ക് കയറാം. എന്നിട്ട് ഈ ഡോക്ടർ പറയാണ് ഇന്ന് പന്നിപ്പനി മനുഷ്യന്മാർക്ക് വരാൻ കാരണം മനുഷ്യനൊക്കെ പന്നിയാണ്. ഒരു വർത്തമാനം പറഞ്ഞു. അപ്പൊ ഈ രോഗാണു പന്നിയുടെ ശരീരത്തിലും കയറാൻ തുടങ്ങി. ഡോക്ടർ പറയുകയാണ് ഏറ്റവും അള്ളാഹു സംരക്ഷണം നൽകേണ്ട റബ്ബിന്റെ സംരക്ഷണം ഇതിൽ നിന്ന് തടസ്സമായി നമുക്ക് വേണ്ടത് അള്ളാന്റെ സംരക്ഷണം കിട്ടണ ഇശ നിസ്കരിക്കാൻ. രാത്രി അള്ളാഹുവിന്റെ സംരക്ഷണം ഇശ നമസ്കാരത്തിലാണ്. ഇശ നിസ്കരിക്കാതെ 2 ആൾ കടന്നുറങ്ങി, ജ്യേഷ്ഠനും അനുജനും. അപ്പോഴാണ് ഈ പന്നിപ്പനിയുടെ രോഗാണുവിനെയും വഹിച്ച ഒരു കൊതുക എന്ന രോഗം പരത്തുന്ന ആള്. നമ്മളൊക്കെ കരുതുന്നത് കൊതുക കുറ്റക്കാരെന്നാണ്. കൊതുക് അള്ളാഹുവിന്റെ സൈന്യാണ്. വലില്ലാഹി ജനൂദു സമാവാതി വൽ അർദ്, ആകാശഭൂമിയിൽ അല്ലാഹുവിന്റെ സൈന്യങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ ചെയ്യണത് ഒന്നും ചെയ്യാതെ കൊതുകിനെ മുഴുവൻ കൊല്ല, ലോകം ആഹ്വാനം ചെയ്യാം. ഈ ഫിർഔന് ചെയ്തമായുള്ള ചില വിദ്യക്കാണ് ഈ പറയുന്നത്. ശരിക്കും ഖുർആന്റെ ഫിർഔന്റെ ചരിത്രം ഈ ചരിത്രം കൂടി നമ്മൾ കൂട്ടി വായിക്കണം. ആധുനിക ലോകത്തെ വലിയ ഫിർഔനെയാണ് ശാസ്ത്രത്തിന്റെ കാരണത്തിന്റെ കാരണമല്ല കാണുന്നത്, കാരണങ്ങളെ നശിപ്പിക്കുകയാണ്. കൊതുകാണ് കാരണം. അതുകൊണ്ട് കൊതുകിനെ മുഴുവൻ കൊന്നുകളയണം. അതിനപ്പുറം ഒരു കാരണമുണ്ട്. കൊതുകല്ലാഹുവിന്റെ സൈന്യമാണ്. തേനീച്ചക്ക് 2 ആൾ കടന്നുറങ്ങുമ്പോ നിങ്ങൾ നോക്ക്, ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കടന്നുറങ്ങിയ ഭാര്യ ചിക്കുൻകുനിയ ഉണ്ടായി മരണപ്പെട്ടു. ഈ ഭാര്യക്ക് ചിക്കുൻകുനിയ ഉണ്ടായപ്പോഴാ രാത്രി ഉറങ്ങുമ്പോഴാ ഭാര്യക്ക് ഈ ചിക്കുൻകുനിയുടെ രോഗാണുവിനെ കൊണ്ടുപോയി കൊടുത്തത് കൊതുകാണ്. കൊതുക് ഇങ്ങനെ വന്ന് 2 ആളും കടക്കണ കാണുമ്പോൾ കൊതുകിന് തോന്നി പോക്ക് കൊടുക്കാം. കൊതുക് നേരെ കുത്തിവെച്ചു അവരുടെ ശരീരത്തിൽ. എന്റെ അയാളെ കുത്തി വെക്കാതിരുന്നത് അള്ളാഹു തോന്നിപ്പിച്ചില്ല. ഇതൊക്കെ ബോധനം കൊടുക്കുന്നത് അള്ളാഹുവാണെന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ബോധനം കൊടുക്കുന്നത് അള്ളാഹുവാണ്. നമ്മൾ രാത്രി കിടക്കുമ്പോ നല്ല പൊതച്ച് കിടന്നു. നമ്മള് ഒരു കൊതുകും കൊടുക്കരുത് പറഞ്ഞതാണ്. രാവിലെ നീച്ചു നോക്കുമ്പോൾ പുതപ്പൊരു സ്ഥലത്ത്, ഫോണൊരു സ്ഥലത്ത്, തുണി വേറെ സ്ഥലത്ത്. അള്ളാഹുവിന്റെ സംരക്ഷണം ഒരു മനുഷ്യന്റെ കിട്ടുന്നത് രാത്രി ഇശാ നമസ്കാരം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി എത്ര സംഭവങ്ങൾ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു ദുരാചാരമുണ്ട്. നമ്മളെ നാട്ടിൽ എത്തിയിട്ടില്ല, എത്താതിരിക്കട്ടെ. എന്റെ ചെറുപ്പക്കാർ ജാഗ്രത പാലിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ. മൻ അകല ഔ ശരിബ ഖായിമ, ഒരാൾ നിന്ന് കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ ഇബ്തലാഹു അല്ലാഹു തആല, അല്ലാഹു അയാളെ പരീക്ഷിക്കുന്നതാണ്. മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹു അയാളെ പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്ന് ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ, നമ്മൾ കുറച്ചപ്പുറത്തുള്ള പഴയ നാടിന് കല്യാണത്തിന് പോയ കാണാൻ ബൊഫേ തന്നെ മനുഷ്യന്മാരൊക്കെ കുടിക്കും. ഇതൊരു മനുഷ്യൻ ശീലാക്കിയാൽ ഒരിക്കലും പ്രതിവിധിയില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹു അയാളെ ആരത് പറഞ്ഞറിയോ? അഷ്റഫുൽ വറാ നബിയുനാ റസൂലുള്ളാഹി വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതിപ്പോ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വയറിനൊക്കെ പിടിപെടുന്ന ക്യാൻസറിന്റെ പ്രധാന കാരണം പറഞ്ഞെന്താ? ഒന്ന് ഗ്യാസ് ട്രബിളാണ്. അത് പിന്നെ ശക്തിയായി അൾസറായി പിന്നെ ക്യാൻസറിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. ഗ്യാസ് ട്രബിളിന്റെ തുടക്കം എന്താ? ഗ്യാസ് ട്രബിളിന്റെ തുടക്കം വൈദ്യശാസ്ത്രം പറയുന്നത് നിന്ന് വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ്. നിന്ന് വെള്ളം കുടിക്കുക. നമ്മളെ കുട്ടികളൊക്കെ ഈ ടിവിയിൽ ഈ ക്രിക്കറ്റ് താരങ്ങൾ വെള്ളം കുടിക്കുന്നതേ ഓരും കുടിക്കുന്നത് ഭയങ്കര അപകടമാണ്. എന്താ കാരണം?
വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ മൂലം, നമ്മുടെ ബുധം, നമ്മുടെ ഒരു പ്രതലത്തിൽ ഇരുന്നാൽ ബുധഭാഗം അടഞ്ഞു കിടക്കും. അടഞ്ഞു കിടക്കുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ ഇരിക്കണം. ഇരുന്ന വെള്ളം കുടിക്കേണ്ടത്. ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കണം? ഇരിക്കാനൊരു രീതി റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇരുത്തം എന്നുള്ള സംഗതിയെങ്കിലും നമ്മൾ ഉണ്ടാവണം. റസൂലുള്ള ഇരുന്ന് കാണിച്ചൊരു ഇരുത്തുണ്ട്, അതാ ഏറ്റവും ബെസ്റ്റ് എന്ന് ഡോക്ടർമാർ പറയുന്നു. എന്തായിരിക്കണം? ഇടത് കാലിന്റെ പള്ളയിൽ നമ്മുടെ ചന്തി കുത്തി വലത് കാൽ നിവർത്തി വെച്ച് ഇങ്ങനെ വളഞ്ഞൊരു ഇരുത്തമുണ്ട്. ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടൊരു വൈദ്യശാസ്ത്ര വിശ്വകരൻ എന്നോട് പറയാണ്, ആ ഇരുത്തമാണ് ഏറ്റവും ബെസ്റ്റ് ഇരുത്തം. എന്തായാലും പറഞ്ഞ കാരണം എന്നറിയും. അയാൾ പറഞ്ഞത്, ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന സമയം നമ്മുടെ അന്നനാളത്തിലൂടെ നമ്മൾ വെള്ളം കുടിച്ചാൽ അത് സാവകാശേ ആമാശയത്തിലേക്ക് എത്തും. നിന്ന് നമ്മൾ കുടിക്കുമ്പോൾ ഡയറക്റ്റ് ആ വെള്ളം ആമാശയത്തിലേക്ക് എത്തും. എന്നിട്ട് അദ്ദേഹം തന്നെ ഒരു ഉദാഹരണം പറയാം. ഒരു ഗ്ലാസ്സിൽ അല്പം പൊടിയിടുക, ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് നേരെ ഡയറക്റ്റായി നിങ്ങൾ ആ വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു നോക്കൂ. ഗ്ലാസിന്റെ അടിയിലുള്ള ഈ ചേറ് നേരെ ആ സമയത്ത് തന്നെ മേലോട്ട് പൊങ്ങി വരും. എന്നാൽ നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ ഈ പൊടിയെടുത്ത് അല്പം പൊടിയെടുത്ത് ഒരു വെള്ളം നിങ്ങൾ സാവകാശം ഒഴിച്ചു നോക്കൂ, ആ പൊടി മേലേക്ക് പൊങ്ങി വരില്ല. അല്ലെങ്കിൽ ആ ചവറുകൾ മേലേക്ക് പൊങ്ങി വരില്ല, അത് അവിടെ തന്നെ നിൽക്കും. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ആമാശയത്തിലേക്ക് ഡയറക്റ്റായി വളരെ പെട്ടെന്ന് കയറി കൊല്ലുന്നത് ശരീരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കും. നിന്ന് വെള്ളം കുടിക്കുന്നതിന് കാരണമാവും. അത് ഗ്യാസ് ട്രബിൾ എന്ന രോഗം വർദ്ധിക്കാനും അത് മുഖേന അൾസർ ഉണ്ടാകാനും അത് മുഖേന അത് ക്യാൻസർ എന്ന അപകടകാരിയായ രോഗത്തിലേക്ക് എത്തിച്ചേരാനും കാരണമാവും. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം ഞാൻ അവസാനിപ്പിക്കാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ ദീർഘമായി പറയാൻ പറ്റാവുന്ന ഒരു സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. മാത്രമല്ല 2 മണിക്കൂറിനോട് അടുക്കുക. നമ്മൾ പറയാനുള്ള വിഷയത്തൊന്നും പറഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂറിനോട് എടുക്കുകയാണ്. മാരകമായ രോഗം വർദ്ധിച്ചു വന്ന കാരണം നമ്മൾ മനസ്സിലാക്കിയത് വളമുള്ള പച്ചക്കറി കൂട്ടിയോണ്ട് മാത്രം കിഡ്നി സംബന്ധമായ അസുഖം വർദ്ധിച്ചതല്ല. അത് കാരണമുണ്ട്. ഭക്ഷണം രോഗത്തിന്റെ കാരണം. എന്നാൽ വേറെ ചില കാരണങ്ങളുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ അല്ലാഹറത്തിൽ ഫാഹിഷതു ഫീ ഖൗമിൻ, ഏതൊരു സമൂഹത്തിലാണോ ദുർനടപ്പ് വ്യാപകമാകുന്നത്. ഈ ഹദീസ് കൂടെ നമ്മൾ ശ്രദ്ധിക്കണേ. ഏതൊരു സമൂഹത്തിലാണോ ദുർനടപ്പ് വ്യാപകമാകുന്നത്. അടുത്ത് ഞാൻ ജോലി ചെയ്യുന്ന മട്ടന്നൂർ മഹലൊരു കല്യാണം ഉണ്ടായി. കല്യാണം കഴിച്ചത് ഇരട്ട സഹോദരങ്ങളാണ്. ഒരു 2 ആളുടെ ചങ്ങന്മാരാണ്. അതിൽ ഒരുത്തന്റെ വീട്ടിലേക്ക് കല്യാണത്തിന് വേണ്ടി പുതിയാപ്പിള പോവാം. പുതിയാപ്പിള പോകുമ്പോ കുറെ അങ്ങോട്ടെത്തിയാൽ പിന്നെ വണ്ടി അങ്ങോട്ട് പോകില്ല. അതായത് ഒരു പോകുന്ന വണ്ടി അങ്ങോട്ട് പോകില്ല. അപ്പൊ എന്ത് ചെയ്തു, പുതിയാപ്പിളയുടെ ഈ പെണ്ണിന്റെ വീട്ടുകാർ വലിയ ഒരു മറ്റേതില്ലേ, പിന്നെ നായിക്കുറുക്കൻ എന്ന് പറയുന്നത്, പൊട്ട വണ്ടി ഉണ്ട്. നായിക്കുറുക്കൻ അല്ലാത്ത സാധനം ഉണ്ടല്ലോ, നായിക്കുറുക്കൻ എന്ന് പറയുന്നത്. നായിക്കുറുക്കൻ കൊടുത്തു അതിന്റെ ഉള്ളിൽ സൈക്കിൾ കയറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു പറയും, ഇവിടെ ഡിമാൻഡ് നിക്കാഹ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഭാര്യയെ ഞങ്ങൾ കൂട്ടി വരുമ്പോ പുതിയാപ്പിള സൈക്കിളിന്റെ മേലും കയറിയിരിക്കും, പെണ്ണതിന്റെ ബേക്കിലിരിക്കും. എന്നിട്ട് കൊട്ടവണ്ടിയിൽ ചാണകം കൊണ്ടുപോലെ കൊട്ടവണ്ടിയിൽ. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇത്ര നല്ല നമ്മുടെ സംസ്കാരത്തെയാണ് നമ്മൾ പിച്ചു ചിന്തിയത്. ഞാൻ ഓർക്കുക, ഇതൊക്കെ ചെറുപ്പത്തിൽ പുതിയാപ്പിള വരാന്ന് പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷം. ഇപ്പൊ ഞമ്മക്കൊക്കെ പുതിയാപ്പിള പോവാന്ന് പറഞ്ഞാൽ കീറാമുട്ടിയ. പുതിയാപ്പിള വരാന്ന് പറഞ്ഞാൽ വീട്ടുകാർക്കോ നമുക്കൊന്ന് വന്ന് പോയി കിട്ടിയാൽ മതിയെന്നെ എന്ന് ചിന്തിക്കുന്ന കാലം. നല്ല നടപ്പുകളെ നമ്മൾ ദുർനടപ്പിന് മാറ്റി എഴുതി കൊടുത്തു. ഞാൻ ഓർക്കാണ്, എന്റെ പണ്ട് കാലത്തൊക്കെ നിങ്ങൾക്ക് അറിയില്ല, മൊയ്തീനാജിക്കൊക്കെ അറിയാം. പണ്ട് കാലത്ത് പുതിയാപ്പിള വരുന്ന സമയത്ത് പുതിയാപ്പിളിനെ കാല് കഴുകി കയറ്റാന്നൊരു പരിപാടി ഉണ്ടല്ലേ. കാല് കഴുകി കയറ്റുക. അത് കാല് കഴുകാനുള്ള വെള്ളം കൊടുക്കല് ആ കുടുംബത്തിലെ ചെറിയ അളിയനാണ്. എന്റെ 3ാമത്തെ പെങ്ങളെ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്കായിരുന്നു ആ ചാൻസ്. ഇപ്പോഴും ആ സന്തോഷം മാറിയിട്ടില്ല. ഞാൻ അന്ന് വിചാരിച്ച ഈ സാധനം ഒന്ന് വന്ന് കിട്ടിയാൽ മതി എന്നുള്ളത്. ഇന്ന് ആളുകൾ വിചാരിക്കണത് ഈ നമുക്കൊന്ന് വരാൻ ഒന്ന് വന്ന് പോയി കിട്ടിയാൽ മതി എന്നു. അന്നത്തെ 2 കാലം തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചു. ഏതൊരു സമൂഹത്തിലാണോ ദുർനടപ്പ്, ഏത് വിഷയത്തിലും ദുർനടപ്പ് പ്രത്യക്ഷമാകുന്നത്, ആ സമൂഹത്തിലേക്ക് അല്ലാഹു തന്റെ ശിക്ഷ ഇറക്കുന്നതാണ്. അല്ലാഹു ആ സമൂഹത്തിലേക്ക് തന്റെ ശിക്ഷ ഇറക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. റസൂലുള്ള പറഞ്ഞ കുറെ ദുർനടപ്പിന്റെ കൂട്ടത്തിൽ ഒന്നുണ്ട്, അക്കുലുൽ റിബ,
ലോകാവസാനമാകുമ്പോൾ എന്റെ സമുദായത്തിൽ 4 തിന്മകൾ വ്യാപകമാകും, പ്രത്യക്ഷമാകും. ഒന്ന് റിബ, വ്യാപകമായ പലിശയുടെ ഉപയോഗമുണ്ടാകും. കല്യാണം കഴിച്ചു, ഭാര്യന്റെ 50 പവൻ സ്വർണം വിറ്റിട്ട് അവൻ ജ്വല്ലറിയും ചെയ്തത് ജ്വല്ലറി കൊണ്ടുപോയി കൊടുക്കും. ജ്വല്ലറി കൊണ്ടുപോയി കൊടുക്കൽ തെറ്റല്ല. ജ്വല്ലറിക്കാരന് പറഞ്ഞെന്താ, 5 ലക്ഷം റുപ്യക്ക് ഞാൻ ഓരോ ലക്ഷത്തിന് 3,000 റുപ്യ മാസത്തിൽ നമുക്ക് ലാഭം തരാം. ഇരിക്ക് ലാഭമാണോ നഷ്ടമാണോ അതൊന്നും നോക്കണ്ട. ഫിക്സഡ് ലാഭമാണോ പലിശയാണ്? ഫിക്സഡ് ലാഭമാണോ പലിശയാണ്? ഈ രീതിയിൽ എന്റെ സമുദായം പലിശ വ്യാപകമായി ഉപയോഗിക്കുക. ചെറിയ ആവശ്യത്തിന്റെ പോലും സ്വർണം ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് പലിശക്ക് പണമെടുക്കുന്ന കാലം. വാഹനം വാങ്ങണം, ഒരു 10,000-10,000 ഉറുപ്പിക കൊടുത്ത് വാഹനം വാങ്ങണം. ഇതിനെന്ത് ചെയ്തു? 5,000 റുപ്യ എടുത്തു ഒരു വാഹനം വാങ്ങി, ബാക്കി അടവിലിട്ടു. പലിശ അടക്കുകയാണ്. എന്റെ സമുദായത്തിൽ പലിശയുടെ ഉപയോഗം വ്യാപകമായാൽ നല്ല ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങളെ. 2 ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, ഞാൻ വിശദീകരിക്കുന്നില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി പറയാണ്, രണ്ടാമത്തെ കാര്യമേതാ? വിൽക്കുന്നതിലും വാങ്ങുന്നതിലും വ്യാപകമായ കള്ളസത്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന കാലമായാൽ. അറബി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയ വേഗമാണ്. ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയ ഓന്റെ പണി എന്താ? ചൈനന്റെ മെയ്ഡ് ഇൻ ചൈന എന്നുള്ള സ്റ്റിക്കർ പറിച്ചിട്ട് മെയ്ഡ് ഇൻ ജപ്പാൻ ഒട്ടിക്കലാണ്. ഓന് 2,000 തരുന്നത് ശമ്പളം. ഓന്റെ പണി എന്നതാണ്? ഓന് വേറെ പണിയില്ലേ? അറബികളുണ്ട് ഈ കടയിൽ കയറിയ ചോദിക്കും, ഇവർക്കാണ് അമേരിക്കന്ന് കേൾക്കണം. അറബിയെ കൂടി ചോദിക്കും, അത് അമേരിക്ക വ്യാപാരിയും പറയിത്താനേ, അമേരിക്കൻ മെയ്ഡാണോ ജപ്പാൻ മെയ്ഡാണോ? അതല്ല ബ്രിട്ടൻ മെയ്ഡാണോ? അമേരിക്കന്ന് പറഞ്ഞ ഓല് പറയും അമേരിക്ക. അമേരിക്കക്കാരൊക്കെ മുഖ നല്ല മുഖാണ്. അള്ള ഓർക്ക് മുഖം കൊടുക്കുന്നു, പക്ഷെ ഉപയോഗിക്കാത്തോണ്ട് കടക്കാരോട് ചോദിക്കാം, അതാ അമേരിക്കയും വ്യാപാരി. അപ്പൊ ഇയാള് പറയാം ആ എഴുതിയിട്ടുണ്ട്, മറ്റു നോക്കുന്ന സമയത്ത് വ്യാപാരി മെയ്ഡ് ഇൻ ജപ്പാൻ. പിന്നെ അറബികൾ ചോദിക്കൂടനെ അല്ലാ, അവരൊരു ചോദ്യമാണ്, വല്ലാത്ത ചോദ്യമാണ്. അല്ലാ കടക്കാരൻ അവന്റെ വള്ളം വയന്നിട്ട് അവൻ അറിയതല്ല. വിൽക്കുന്നതിലും വാങ്ങുന്നതിലും വ്യാപകമായ കള്ളസത്യം പ്രചരിക്കുക. 3 ഹബീബായ നബിയുനാ റസൂലുള്ളാഹി നഖ്സുൽ മിക്യാൽ വബഖ്സുൽ മീസാൻ, അളക്കത്തിലും തൂക്കത്തിലും എന്റെ സമുദായം കുറവ് വരുത്താനും തുടങ്ങിയാൽ വഖഅത ഫീഹിമുൽ അംറാദുൽ ഫാഹിഷ, ആ സമയത്ത് എന്റെ സമുദായത്തിൽ മാരകമായ രോഗങ്ങൾ പിടിപെടും. അല്ലേ? ആന്ത്രാക്സ്, പക്ഷിപ്പനി, പന്നിപ്പനി, എലിപ്പനി, തക്കാളിപ്പനി. തക്കാളിപ്പനി വന്നപ്പോഴാ പണ്ടെടുത്ത പറഞ്ഞത്, അതെ തക്കാളിപ്പനി വന്നാലും തിരക്കില്ല, എന്റെ ഒട്ടിയ കവളൊന്നും ശരിയായി കിട്ടുമല്ലോ. എന്തൊക്കെ പനിയാ, പേരിടാഞ്ഞ് വല്ലതുണ്ടോന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. എന്തൊക്കെ രോഗം! എല്ലിന് പകരം പൊട്ടിപ്പോയ എല്ലിന് പകരം ഇരുമ്പ് ദണ്ട് ഘടിപ്പിക്കാൻ മനുഷ്യൻ പഠിക്കപ്പെടാൻ അല്ലാഹു കൊടുത്ത രോഗം. എന്ത്? എല്ല് തുരുമ്പ് പിടിക്കുക. 1.5 മാസം മുമ്പ് എന്റെ കൂടെ ഉംറക്ക് വന്ന സംഘത്തിലെ ഒരു പെണ്ണെന്നോട് വന്നിട്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോഴാണ് ആ പെണ്ണ് വന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞത്, അതെ എന്റെ കുടുംബത്തിൽ ഒരാളുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. കഅബയുടെ മുറ്റത്ത് വെച്ച് വല്ലാത്ത രോഗമാണ്, ശരീരത്തിലെ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ നിന്നോട് പറയാണ്, 2 മാസത്തിലൊരിക്കലേ ഞങ്ങൾ കുളിപ്പിക്കാറുള്ളൂ. അത് തന്നെ വല്ലാതെ ആവശ്യപ്പെടുമ്പോൾ 1 തവണ കുളിപ്പിച്ച് കഴിയുമ്പോൾ ശരീരത്തിലെ ഒരു 10 സ്ഥലങ്ങളിലെങ്കിലും എല്ല് പൊട്ടിപ്പോയിട്ടുണ്ടാകും. എല്ലിന് തുരുമ്പ് പിടിക്കുന്ന രോഗം കേട്ടിട്ടുണ്ടോ? പഴയ കാലത്ത് നമ്മൾ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് അപകടകരമായ അവസ്ഥ ഉള്ള കാലയെക്കുറിച്ച് നമ്മൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാനിവിടെ അവസാനിപ്പിക്കാം. വിഷയം തീർന്നതല്ല, വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ദുആ ചെയ്ത് പിരിഞ്ഞു പോകാം എന്ന് കരുതി അല്ലാഹു നമ്മുടെ സദസ്സ് ദുആ കൊണ്ടുള്ള സദസ്സാക്കി തരട്ടെ.
എല്ലാവരും വേഗം ആ ചെറിയ ഒരു മഴയുടെ നനവ് ദ്വാഴക്കും നല്ലതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും അടുത്തേക്കൊന്ന് എല്ലാവരും നടത്തുകയും ആ കൂട്ടുകാരൊക്കെ ഒന്നൊന്നും ചെയ്യാൻ നല്ലതാണ്. നമ്മൾ നടത്തിട്ട് വന്നു ആ കൂട്ടുകാരനാണോ പുറത്തുള്ളവരാണെന്നോ മനസ്സിലാക്കാൻ നല്ലത്. വേഗം ഒന്ന് ചെറുങ്ങനെ ഒന്ന് സ്വലാത്തുകൾ നമുക്ക് ദുആ ചെയ്തിട്ടുള്ളത്. നാളെയും മറ്റന്നാൾ നമുക്ക് പ്രഗത്ഭരായ ആലിമീങ്ങൾ, മഹാന്മാരായ സദാത്തുക്കൾ, നേതാക്കളൊക്കെ നമ്മുടെ വേദിയിൽ എത്തിച്ചേരുന്നു. ഹലാലായ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു സഹോദരി 500 രൂപ സംഭാവന. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമർ റഹീമീനായ റബ്ബേ, ഉമ്മ ചെയ്ത സദഖ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, അവരെ സംരംഭത്തിലേക്ക്